ഹായ് സ്റ്റുഡൻസ്, ടെക് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഒരു ഹൈ സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കുക. അപ്പോൾ മറ്റ് എക്സാമുകളെ പോലെ, അതായത് പി എസ് സിയിൽ ജനറലായിട്ട് ഉള്ള എക്സാംസിനെ പോലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് വരുന്നത്, ഇതിൽ നമ്മൾ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ജനറൽ പി എസ് സി ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. 50 മാർക്സിന് MLT പോർഷനും 15 മാർക്സ് വെച്ചിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ടോട്ടൽ 30 മാർക്സിനും 10 മാർക്സ് സുവോളജി, 10 മാർക്സ് ബോട്ടണി, ഇങ്ങനെ ഒരു മാർക്ക് സ്ട്രക്ചറാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരി ഒരു ആവറേജ് സ്കോർ എത്തിച്ചേരാം. എന്നാൽ ഹൈ സ്കോറിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇതിനാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ ബോട്ടണി പോർഷൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ സെഷനാണ്. അപ്പോൾ ലാസ്റ്റ് വർഷം ചോദിച്ചിട്ടുള്ള ഈ ഒരു 10 ചോദ്യം നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ പറഞ്ഞ് ആൻസർ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു, അതിനുശേഷം അതിന്റെ ആൻസർ പറയുന്നു, ബാക്കിയുള്ള 3 ഓപ്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതുപോലെ തന്നെ ഏത് പോർഷനിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഇനിയും ആ ഒരു ക്വസ്റ്റ്യൻ ഏരിയയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സമയം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ആദ്യമത്തെ ചോദ്യം വന്നിരിക്കുന്നത് പ്ലാന്റ് ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടണിയിലെ ടോപ്പിക്കിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ബോട്ടണിയിൽ തന്നെ സബ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. പ്ലാന്റ് ഫിസിയോളജി അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗ്, ഇങ്ങനെ സബ് ആയിട്ടുള്ള ടോപ്പിക്സ്, ബയോടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ബോട്ടണിയിൽ തന്നെ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഇപ്പൊ പ്ലാന്റ് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ മറ്റൊരു വിഭാഗം. അപ്പൊ പ്ലാന്റ് ഫിസിയോളജിക്ക് അതിൽ നമ്മൾ ജനറൽ ആയിട്ട് പ്ലാന്റ്സിന്റെ ഫിസിയോളജിക്കൽ സ്ട്രക്ചർ, സ്റ്റൊമാറ്റ പോലെയുള്ള പലതരം സ്ട്രക്ചറുകളും സെല്ലുകളും പ്ലാന്റ്സിനകത്തിൽ എന്തൊക്കെ ഫംഗ്ഷനാണ് ഈ സെൽസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളാണ് നമ്മൾ പ്ലാന്റ് ഫിസിയോളജിയിൽ പഠിക്കുന്നത്. പ്ലാന്റ് ഫിസിയോളജിയിൽ തന്നെ നമ്മൾ ഫോട്ടോസിന്തസിസ് പോലെയുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ധാരാളം സൈക്കിൾസ്, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മോളിക്യൂൾസ്, ഇതെല്ലാമാണ് നമ്മൾ പ്ലാന്റ് ഫിസിയോളജിയിൽ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്, ദാറ്റ് ഈസ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് നമ്മൾ +2 ലെവലിൽ തൊട്ടേ കേട്ട് വരുന്ന ഒരു ടേം ആണ്. അപ്പോൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഈസ് കൺട്രോൾഡ് ബൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ എപ്പിഡെർമൽ സെൽസ്, ഓപ്ഷൻ ബി സബ്സിഡിയറി സെൽസ്, ഓപ്ഷൻ സി ഗ്വാഡ് സെൽസ് ആൻഡ് ഓപ്ഷൻ ഡി കോർട്ടെക്സ് സെൽസ്. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 4 ടൈപ്പ് ഓഫ് സെൽസും നമ്മൾ പ്ലാന്റ് സെല്ലിൽ അല്ലെങ്കിൽ പ്ലാന്റ് ഫിസിയോളജിയിൽ പഠിക്കുന്ന സെൽസുകളാണ്. എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സെല്ലുകൾ വളരെ കുറവാണ്. അതിൽ ഒന്ന് തന്നെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എന്തായാലും നോക്കാം. അപ്പൊ ഓപ്ഷൻ സി ഗ്വാഡ് സെൽസ് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. അപ്പം ഓൾമോസ്റ്റ് ഈ ഒരു പോർഷൻ ജസ്റ്റ് വായിച്ചിട്ട് പോയിട്ടുള്ളവർക്ക് പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിട്ടുള്ളത്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സെല്ലാണ് ഗ്വാഡ് സെൽ എന്നുള്ളത്. സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ നമ്മൾ +2 ലെവലിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ വരയ്ക്കാൻ വരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റൊമാറ്റയുടേത്. അപ്പൊ സ്റ്റൊമാറ്റ ഒരു പോർ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഗ്വാഡ് സെൽസ് കാണും. ഓക്കെ, ഇപ്പൊ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഒരു പോറാണ്. ലീഫ് സർഫസിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന പോർസ് ആണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റൊമാറ്റനെ നമ്മൾ സിംഗുലർ ആയിട്ട് ഒരു സ്റ്റൊമാറ്റ നമ്മൾ പറയില്ല. സ്റ്റൊമാറ്റ എന്നുള്ളത് പ്ലൂറൽ ഫോം ആണ്. സ്റ്റോമ എന്നാണ് ഒരു സ്റ്റൊമാറ്റ നമ്മൾ പറയുന്നത്. അപ്പൊ ഓരോ സ്റ്റോമയും 2 ഗ്വാഡ് സെൽ കൊണ്ട് സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോമ തുറക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ ഇരിക്കുന്നത് ഗ്വാഡ് സെൽസിന്റെ കയ്യിലാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സെല്ലിനും ഉള്ളതുപോലെ തന്നെ ടർജിഡിറ്റി, ഫ്ലാസിഡിറ്റി എന്ന് പറയുന്ന 2 പ്രോപ്പർട്ടീസ് ഈ ഒരു ഗ്വാഡ് സെൽസിനും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ടർജിഡിറ്റി, ഫ്ലാസിഡിറ്റി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പം എല്ലാ സെൽസിനും നമുക്കറിയാം പെർമിയബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അയൺസ് എക്സ്ചേഞ്ച്, വാട്ടർ മോളിക്യൂൾസ് എക്സ്ചേഞ്ച്, ഇൻ ആൻഡ് ഔട്ട്. ഇതാണ് ശരിക്കും ടർജിഡിറ്റിനെയും ഫ്ലാസിഡിറ്റിനെയും കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ. വെള്ളം ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മളൊരു ബലൂണിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ആ ഒരു ബലൂൺ വീർത്ത്
ഒരു എന്താ ഫുൾ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സെല്ലിന്റെ ടേർജിഡ് അവസ്ഥ എന്ന് പറയുന്നത്. അത് നമ്മൾ കമ്പയർ ചെയ്ത് ഒരു ബലൂൺ പോലെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. ഇനി നമ്മൾ ആ ബലൂണിലുള്ള വെള്ളം എല്ലാം പുറത്തേക്ക് കളയുകയാണ്. കളയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു ബലൂണിൽ സ്ട്രിങ്ക് ചെയ്ത് ചെറുതായി, അതിൽ വെള്ളമൊന്നും ഇല്ല, നിറഞ്ഞ അവസ്ഥയല്ല, അതിനുള്ള പ്രഷർ എല്ലാം പോയിട്ടിരിക്കുന്ന പ്രഷർ ഫ്രീ അവസ്ഥയാണ് ഫ്ലാസിഡിറ്റി. അപ്പൊ ഫ്ലാസിഡ് ആയിട്ടുള്ള ഗ്വാഡ് സെൽസിൽ സ്റ്റൊമാറ്റ ക്ലോസും ടേർജിഡ് ആയിട്ടുള്ള ഗ്വാഡ് സെൽസിൽ സ്റ്റൊമാറ്റ ഓപ്പണും ആയിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം ഡയറക്ട്ലി എഴുതാൻ പറ്റും. ഓപ്പണിംഗ് ഓഫ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഇസ് കൺട്രോൾഡ് ബൈ ഗ്വാഡ് സെൽസ്. അത് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്വാഡ് സെൽസ് എങ്ങനെയാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ 3 സ്റ്റെപ്സ് ആയിട്ടാണ് ഗ്വാഡ് സെൽസ് ഈ ഒരു ഫംഗ്ഷൻ നിർവഹിക്കുന്നത്. അതിൽ ആദ്യം ഗ്വാഡ് സെൽസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം അയണുകളെ ഉള്ളിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് അപ്ടേക്ക് ഓഫ് K+ അയോൺസ്. പൊട്ടാസ്യം അയോൺസ് ഗ്വാഡ് സെൽസിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഓസ്മോസിസ് എന്നൊരു പ്രോസസ്സ് വഴി വാട്ടറും ഗ്വാഡ് സെൽസിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ഇത് ഗ്വാഡ് സെൽസിന്റെ ഉള്ളിലെ വാട്ടർ പൊട്ടൻഷ്യൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓസ്മോസിസ് വഴി വെള്ളം ഗ്വാഡ് സെൽസ് ഉള്ളിലേക്ക് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വാട്ടർ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് ഗ്വാഡ് സെൽസിന്റെ ടർഗർ പ്രഷറിന് ചേഞ്ച് വരുന്നു. ഗ്വാഡ് സെൽസ് ടേർജിഡ് ആവുകയും സ്റ്റൊമാറ്റ ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഇതാണ് ഗ്വാഡ് സെൽസ് സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം. ഇനി നേരെ തിരിച്ച് ഗ്വാഡ് സെൽസിൽ ഉള്ള K+ അയോൺസ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വെള്ളവും അതിനോടൊപ്പം തന്നെ പുറത്തേക്ക് പോകുന്നു. അതും ഓസ്മോസിസ് വഴി തന്നെയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വീണ്ടും ടർഗർ പ്രഷർ ചേഞ്ച് ആവും, ഫ്ലാസിഡ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സ്റ്റൊമാറ്റ ക്ലോസ് ആവും. അപ്പോൾ ഇതൊരു തിയറി ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ ഒരു തിയറീനെ നമ്മൾ വിളിക്കുന്ന പേര് പൊട്ടാസ്യം അയൺ തിയറി എന്നുള്ളതാണ്. അപ്പൊ അത് ഫ്രീക്വന്റ്ലി PSC ചോദിച്ച് കാണുന്ന ഒരു പോർഷനാണ് ഈ പൊട്ടാസ്യം അയൺ തിയറി. അപ്പൊ അത് നമുക്ക് പഠിക്കണം. അതിനു മുൻപ് നമ്മൾ ഈ ഒരു 3 ഓപ്ഷൻസുകൾ എന്തുകൊണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ള 3 ഓപ്ഷൻസും എന്തുകൊണ്ട് ഇവിടെ റോങ് ആയിട്ട് വന്നു. അതിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞത് എപ്പിഡെർമൽ സെൽസ് ആണ്. പ്ലാന്റ്സിൽ ഒരു പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സെൽസുകളാണ് ഈ എപ്പിഡെർമൽ സെൽസ്. ആ ലെയർ ഓഫ് സെൽസിനെ നമ്മൾ എപ്പിഡെർമിസ് എന്നാണ് വിളിക്കുന്നത്. എപ്പിഡെർമിസിന്റെ തൊട്ട് താഴെയുള്ള ലെയറിനെ നമ്മൾ ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കും. അപ്പൊ ഇത് നമ്മൾ പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചറിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന ടേമാണ് ഈ എപ്പിഡെർമൽ സെൽസ്. അതേപോലെ തന്നെ പ്ലാന്റ് സെല്ലിലെ സപ്പോർട്ട് റോള് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെല്ലുകളാണ് സബ്സിഡിയറി സെൽസ്. അപ്പൊ അതും ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോർട്ടെക്സ് സെൽസും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. കോർട്ടെക്സ് സെൽസ് പ്ലാന്റിന്റെ ഈ എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമിസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലെ ഇന്റേണൽ ടിഷ്യൂ സെൽസിനെയാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 3 ഓപ്ഷൻസിലും പറയുന്ന സെല്ലിന്റെ ഫങ്ഷൻസ് ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എപ്പോഴും ഈ ഒരു സ്റ്റൊമാറ്റ നിങ്ങൾ എവിടെ കണ്ടാലും സ്റ്റൊമാറ്റ ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഗ്വാഡ് സെൽസ്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് പൊട്ടാസ്യം അയൺ തിയറി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ബിക്കോസ് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പൊട്ടാസ്യം അയൺ തിയറി കൊണ്ടുവന്നത് ലെവിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. 1974 അദ്ദേഹം ഈ ഒരു തിയറി കൊണ്ടുവരുന്നത്. ഈ തിയറിനെ ഗ്വാഡ് സെൽ മെക്കാനിസം എന്ന ഒരു പേരുകൂടി ഉണ്ട്. അപ്പൊ എന്താണ് ഈ തിയറി പറയുന്നത് എന്നുള്ളത് നോക്കാം. സ്റ്റൊമാറ്റയുടെ മൂവ്മെന്റ് പൊട്ടാസ്യം അയണിന്റെ മൂവ്മെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു തിയറിയിൽ ലെവിറ്റ് പറഞ്ഞത്. അപ്പൊ ഇനി അതിന്റെ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പകൽ സമയങ്ങളിലെ ലൈറ്റ് ഉള്ള സമയങ്ങളിലെ പൊട്ടാസ്യം അയണുകൾ ഗ്വാഡ് സെല്ലിന്റെ ഉള്ളിലേക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി കയറും. ഈ പൊട്ടാസ്യം അയണിന്റെ കോൺസെൻട്രേഷൻ ഗ്വാഡ് സെല്ലിന്റെ ഉള്ളിൽ കൂടുന്ന സമയത്ത് വാട്ടറും ഗ്വാഡ് സെല്ലിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും ത്രൂ ദ പ്രോസസ് ഓസ്മോസിസ്. ഈ ഓസ്മോസിസ് നടക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഗ്വാഡ് സെൽസ് ടേർജിഡ് ആവുന്നു. ഗ്വാഡ് സെൽസ് ടേർജിഡ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റൊമാറ്റ ഓപ്പൺ ആവുന്നു. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ഡാർക്ക്, രാത്രി ആവുമ്പോൾ വാട്ടർ സ്ട്രെസ് ആവും. ഈ സമയത്ത് പൊട്ടാസ്യം അയൺ ഗ്വാഡ് സെല്ലിന്റെ പുറത്തേക്ക് പോകും. വാട്ടറും അതിനോടൊപ്പം ഓസ്മോസിസ് വഴി പുറത്തേക്ക് വരുന്നു. അപ്പൊ ഗ്വാഡ് സെൽസ് എന്താവും? ഫ്ലാസിഡ് ആവും. ഇപ്പൊ ടാർഗറ്റ് പ്രഷർ അവിടെയും ചേഞ്ച് ആയിട്ടാണ് ഫ്ലാസിഡ് ആവുന്നത്. ഈ സാഹചര്യത്തിൽ സ്റ്റൊമാറ്റ ക്ലോസ് ആവുന്നു.
അപ്പം ഈ സ്റ്റൊമാറ്റൽ ഓപ്പൺ ആൻഡ് ക്ലോസിങ് ത്രൂ പൊട്ടാസ്യം അയൺ മൂവ്മെന്റിനെ പറ്റിയിട്ട് പറയുന്നതാണ് ഈ ഒരു പൊട്ടാസ്യം അയൺ തിയറി. ഓക്കെ, അപ്പൊ പൊട്ടാസ്യം അയൺ തിയറി ആരാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഡേയിലും നൈറ്റിലും എന്താണ് പൊട്ടാസ്യം അയണിന്റെ മൂവ്മെന്റിന് സംഭവിക്കുന്നത്? ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഗ്വാഡ് സെൽസ് ആണോ എന്നുള്ളത് ഓർക്കുക. വാട്ടർ ഇൻ ആൻഡ് ഔട്ട് ആണോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഫ്ലാസിഡ് ആവുകയാണോ ടേർജിഡ് ആവുകയാണോ എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ C4 പ്ലാന്റ്സ് ഈസ്. അപ്പൊ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ധാരാളം സൈക്കിളുകളും ധാരാളം മോളിക്യൂൾസ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ ഓരോ സൈക്കിളും വരച്ചൊക്കെ പണ്ട് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുമാതിരി ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാം നമ്മൾ ഈ തിയറി ക്വസ്റ്റ്യൻസിന് പഠിച്ചതുപോലെ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. ഇവിടെ നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെങ്കിൽ നമ്മുടെ മുൻപിൽ തന്നെ ഉത്തരവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രോസസ്സുകൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഉത്തരത്തിലേക്ക് കടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. RUBP, PGA, PEP ആൻഡ് OAA. ഈ 4 മോളിക്യൂൾസും നമ്മൾ ഫോട്ടോസിന്തസിസ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മോളിക്യൂൾസുകളാണ്. ഇപ്പൊ C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത് എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസിന്റെ ബേസിൽ പ്ലാന്റ്സിനെ C3 പ്ലാന്റ്സ്, C4 പ്ലാന്റ്സ് ആൻഡ് CAM പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3 തരത്തിലാണ് പ്ലാന്റ്സിലെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഒരു കൂട്ടം പ്ലാന്റ്സ് C3 സൈക്കിൾ വഴി അവരുടെ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് കൊണ്ട് അവരെ C3 പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. മറ്റൊരു കൂട്ടം പ്ലാന്റ്സ് C4 എന്ന സൈക്കിൾ ത്രൂ ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരെ നമ്മൾ C4 പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. എന്നാൽ ഇവയൊന്നുമല്ലാതെ CAM എന്നുള്ള മറ്റൊരു സൈക്കിൾ യൂസ് ചെയ്തിട്ട് ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അവരെ CAM പ്ലാന്റ്സ് എന്നും വിളിക്കുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് C4 പ്ലാന്റ്സ് തന്നെയാണ്. ദേ ആർ ഹൈലി എഫിഷ്യന്റ് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പൊ അതുകൊണ്ട് തന്നെ C4 പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസിൽ പ്രൈമറി അക്സെപ്റ്റർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ചോദിച്ചാൽ നമുക്ക് സർപ്രൈസ് ഒന്നുമില്ല. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. ആൻസർ വരുന്നത് പെപ്പാണ്. അപ്പോൾ ഇതിന്റെ 4ന്റെയും ഫുൾ ഫോം എന്താണ്, നമ്മുടെ ആൻസറിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ഷോർട്ട് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഷോർട്ട് വരുമ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റ് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പൊ 4 ഓപ്ഷനും ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ഫോം വരെ മാറ്റി ചിലപ്പോൾ കൊടുക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്യുന്നത് 2 സ്റ്റെപ്സിൽ കൂടിയാണ്. ആദ്യത്തെ ഫിക്സേഷൻ മീസോഫിൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിലെ സെല്ലുകളാണ്. ലീഫില് ഉള്ള സെല്ലുകളാണ് ഈ മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ പെപ്പ് എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾ ഫുൾ ഫോം നമ്മൾ പറയും. ഈ പെപ്പ് എന്ന് പറയുന്ന മോളിക്യൂള് കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊരു 4 കാർബൺ കോമ്പൗണ്ട് ആവുന്നു. അപ്പോൾ 3 കാർബൺ കോമ്പൗണ്ട് കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് C4 അല്ലെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണ് ഉണ്ടാകുന്നത്, C4. അതുകൊണ്ടാണ് C4 പ്ലാന്റ്സ് നമ്മൾ വിളിക്കുന്നത്. 4 കാർബൺ കോമ്പൗണ്ട് ആണ് ഇവിടെ ആദ്യത്തെ പ്രൊഡക്റ്റ്, ഓക്സാലോ അസറ്റിക് ആസിഡ് OAA. ഓക്കെ, ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആണ് പെപ്പ് എന്ന് പറയുന്ന PEP നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ പ്രവർത്തിക്കുന്ന എൻസൈം, ഈ ഒരു റിയാക്ഷന് വേണ്ടിയിട്ട് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് PEP അല്ലെങ്കിൽ പെപ്പ് കാർബോക്സിലേസ് എൻസൈമാണ്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് റെഡ്യൂസ് ആയിരിക്കുന്നത്. അപ്പൊ അവിടെ മറ്റൊരു ഡൗട്ട് നിങ്ങൾക്ക് വരാം, എന്താണ് ഈ ഫോട്ടോ റെസ്പിറേഷൻ? അപ്പോൾ ഫോട്ടോസിന്തസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റ് ആണ് ഈ ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള എഫിഷ്യൻസി കുറയും. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ പ്ലാന്റ്സിന് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ എഫിഷ്യൻസി കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ്.
അപ്പോൾ C4 പ്ലാന്റ്സിൽ ഈ ഫോട്ടോസിന്തസിസ് എന്താണ്, കുറയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പെപ്പ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ C3 സൈക്കിളിനെക്കാളും കുറച്ചുകൂടെ ഫോട്ടോസിന്തസിറ്റിക്കലി എഫിഷ്യന്റ് C4 സൈക്കിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ 4 ഓപ്ഷൻസിന്റെയും ഫുൾ ഫോമിലേക്ക് പോവാം. ഫസ്റ്റ് ഓപ്ഷൻ RUBP എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ RUBP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിബുലോസ് 1,5 ബൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് ഈ 4 മോളിക്യൂൾസും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോളിക്യൂൾസുകളാണ്. അപ്പൊ ഡയറക്ട്ലി ഫുൾ ഫോം വെച്ച് വരെ വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഏത് സൈക്കിളിലാണ് ഇത് ഈ ഒരു മോളിക്യൂളിനെ കാണപ്പെടുന്നത്, അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഹിറ്റ് ആയിട്ടും ചോദിക്കാം. അപ്പൊ റിബുലോസ് 1,5 ബൈഫോസ്ഫേറ്റ് എന്താണ്? കാൽവിൻ സൈക്കിളിൽ, ദാറ്റ് ഈസ് C3 സൈക്കിളിൽ CO2 അക്സെപ്റ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മോളിക്യൂൾ ആണ് RUBP അല്ലെങ്കിൽ റിബുലോസ് 1,5 ബൈഫോസ്ഫേറ്റ്. ഇനി സെക്കൻഡ് ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ളത് PGA ആയിരുന്നു. അപ്പൊ PGAയുടെ ഫുൾ ഫോം എന്താണ്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആണ് PGA. C3 പ്ലാന്റ്സിലെ ആദ്യത്തെ സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് C3 പ്ലാന്റ്സ് ആണ്. അപ്പോൾ RUBPയിലെ പ്രൈമറി അക്സെപ്റ്റർ C3 സൈക്കിൾ, ദാറ്റ് ഈസ് കാൽവിൻ സൈക്കിളിലെ പ്രൈമറി അക്സെപ്റ്റർ ആണ് RUBP CO2 അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് C3യിലെ പ്രോഡക്റ്റ് ആണ് PGA അല്ലെങ്കിൽ 3-ഫോസ്ഫോഗ്ലിസറേറ്റ്. അപ്പോൾ C3 സൈക്കിളിന്റെ പ്രൈമറി അക്സെപ്റ്ററും ഫസ്റ്റ് പ്രോഡക്റ്റും നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്കിവിടെ 4 ഉത്തരങ്ങളാണ് ശരിക്കും കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് വന്നു PEP, ദാറ്റ് ഈസ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്. C4 പ്ലാന്റ്സിലെ ആദ്യത്തെ CO2 അക്സെപ്റ്റർ, അതാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഓപ്ഷൻ 4ൽ വന്ന ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ് ഇനീഷ്യൽ പ്രോഡക്റ്റ് ഓഫ് C4 ഫിക്സേഷൻ, ദാറ്റ് ഈസ് ഇൻ C4 പ്ലാന്റ്സ്. അപ്പം ഈ 4 മോളിക്യൂൾസും C3 പ്ലാന്റ്സിന്റെയും C4 പ്ലാന്റ്സിന്റെയും സൈക്കിൾസിൽ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. C3യുടെ അക്സെപ്റ്റർ, C3യുടെ പ്രൊഡക്റ്റ്, C4ന്റെ അക്സെപ്റ്റർ ആൻഡ് C4ന്റെ പ്രൊഡക്റ്റ്, ഇങ്ങനെ ഓർഡറിലാണ് നമ്മുടെ ഓപ്ഷൻസിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ തിയറിയിലാണ് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ആസ് എ ക്വസ്റ്റ്യൻ സെഷൻ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, കൺഫ്യൂഷനും ഡൗട്ട്സും കാണും. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ കാൽവിൻ സൈക്കിൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഫോട്ടോസിന്തസിൽ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കൺവേർട്ട് ആയിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും, അത് ഫുഡായിട്ട് അല്ലെങ്കിൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ 6 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് 6 കാൽവിൻ സൈക്കിളുകളാണ്. അപ്പൊ 6 കാൽവിൻ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്താലാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ജനറേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ 1 ഗ്ലൂക്കോസ് മോളിക്യൂൾ, ഗ്ലൂക്കോസ് ആണ് എനർജി അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, ഫുഡായിട്ട് കൺവേർട്ട് ചെയ്തു നമ്മൾ പറഞ്ഞു. ആ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കണമെങ്കിൽ 6 സൈക്കിൾ അല്ലെ 6 കാൽവിൻ സൈക്കിളുകൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 6 CO2 മോളിക്യൂൾസിനെ ഫിക്സ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത്ര നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും മാത്തമാറ്റിക്കലിയും പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സൈക്കിളിൽ ഇതെല്ലാം കൃത്യമായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ ഒരു പുറമേ മാത്രം ചോദിക്കുമെന്നൊന്നും നിങ്ങൾ കരുതരുത്. നിങ്ങൾ സൈക്കിൾ പഠിക്കുക, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 6 കാൽവിൻ സൈക്കിൾ വരും എന്നുള്ളത് നമുക്ക് ജനറൽ ആ ഒരു റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. 6 CO2 പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഫോട്ടോസിന്തസിന്റെ റിയാക്ഷൻ തന്നെ പഠിക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റിൽ നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് വിട്ട് ഒരിക്കലും കളിക്കരുത്. കാര്യം NCERT ടെക്സ്റ്റിൽ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി കാൽവിൻ സൈക്കിളിന് 4 സ്റ്റെപ്സുകളായിട്ടാണ് ഈ ഒരു കാൽവിൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് C3 സൈക്കിൾ. ഫസ്റ്റ് വൺ ഈസ് കാർബൺ ഫിക്സേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഫേസ് ആണ്, സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഫോർമേഷൻ ആണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ഫോർമേഷൻ ആണ്. ആൻഡ് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീജനറേഷൻ ഫേസ് ആണ്. ഓക്കെ,
അപ്പൊ കാൽവിൻ സൈക്കിള് നമ്മുടെ പ്ലാന്റ് സെല്ലിന്റെ ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് നടക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കുക കേട്ടോ. ഇതും സൈറ്റൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാന്റ് സെല്ലിലെ ഓർഗനലില് ക്ലോറോപ്ലാസ്റ്റിനുള്ളിലെ സ്ട്രോമ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. സ്ട്രോമ എന്ന് പറയുന്നത് നമ്മൾ ഈ കോയിൻസ് പോലെ ഈ ക്ലോറോപ്ലാസ്റ്റിൽ അടുക്കി വെച്ചിരിക്കുന്ന ചെറിയ സ്ട്രക്ചറുകളാണ്. ഈ സ്ട്രോമയിലാണ് C3 സൈക്കിൾ നടക്കുന്നത്. സ്ട്രോമ എവിടെയാണ് ഇരിക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ്. അപ്പോൾ ഈ രണ്ട് പിക്ചറും നിങ്ങളൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. കാർബോക്സിലേഷൻ, റീജനറേഷൻ, റിഡക്ഷൻ, ഈ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സുകളും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ. അപ്പോൾ ഓക്സാലോ അസറ്റിക് ആസിഡ്, പെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു. C4 സൈക്കിളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് C4 സൈക്കിളാണ്. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ്, നമ്മുടെ പെപ്പ്, ആൻസർ ആയിട്ട് വന്ന പെപ്പ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുകയും ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറുന്ന പ്രക്രിയയാണ് നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു സൈക്കിൾ, ദാറ്റ് C4 സൈക്കിൾ. ഓക്കെ. അതിനുശേഷം അത് മാലേറ്റ് ആയിട്ട് മാറുന്നു, എഗെയിൻ പൈറുവേറ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു സൈക്കിൾ നമ്മുടെ C4 സൈക്കിൾ നടക്കുന്നതാണ്. ഇതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് കറക്റ്റ് ആവാഞ്ഞത് എന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. RUBP എന്ന് പറയുന്നത് C3 പ്ലാന്റ്സിന്റെ CO2 അക്സെപ്റ്റർ ആണ്. PGA എന്ന് പറയുന്നത് അല്ലെ, ഫോസ്ഫോഗ്ലിസറേറ്റ്, ഇത് ഒരു പ്രോഡക്റ്റ് ആണ്, ഒരിക്കലും ഒരു അക്സെപ്റ്റർ അല്ല. ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ C4 സൈക്കിളിന്റെ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ്, ഒരിക്കലും അക്സെപ്റ്റർ അല്ല. എക്സാമിന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം, C4 പ്ലാന്റ്സിൽ ഫസ്റ്റ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് പെപ്പും C3 പ്ലാന്റ്സിൽ RUBP ആണ്. ഇത് ഒരിക്കലും നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കരുത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ പ്ലാന്റിന്റെ അനാട്ടമി ബേസ് ചെയ്തിട്ടാണ്. പ്ലാന്റ് സെല്ല്, പ്ലാന്റ് സ്ട്രക്ചർ, പ്ലാന്റിന്റെ സെല്ലിനുള്ളിൽ എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഓൾറെഡി നിങ്ങൾ മറന്നു പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറ്റുകയാണെങ്കിൽ, നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ NCERT വായിക്കാതിരിക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുവാണെങ്കിൽ ഉറപ്പായിട്ട് അവർ ഒരു പോയിന്റും മിസ്സാവാതെ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. എന്നാൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില പോയിന്റ്സുകളൊക്കെ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലാന്റ് അനാട്ടമി, ബേസിക് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചു പോകേണ്ട, സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കുകളാണ്. ഇപ്പൊ കാസ്പേരിയൻ സ്ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇപ്പൊ പ്ലാന്റ് അനാട്ടമിയിലും ചോദിച്ചിട്ടുള്ളത് കാസ്പേരിയൻ സ്ട്രിപ്പ് ഈസ് പ്രസന്റ് ഇൻ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്: കോർട്ടെക്സ്, പെരിസൈക്കിൾ, എൻഡോഡെർമിസ് ആൻഡ് പിത്ത്. ഓക്കെ. ഈ 4 സ്ട്രക്ചറുകളും പ്ലാന്റ് അനാട്ടമിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഈ 4ന്റെ ഫംഗ്ഷൻസും എന്തൊക്കെയാണെന്നുള്ളത്. കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്നൊരു സ്ട്രിപ്പ് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ പ്രസന്റ് ആയിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രസന്റ് ആയിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ആൻസറിലേക്ക് നോക്കാം. ആൻസർ ഇവിടെ എൻഡോഡെർമിസ് ആണ്. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും എന്താണ് കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് നോക്കാം. കാസ്പേരിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിന്റെ എൻഡോഡെർമിസിൽ കാണുന്ന സൂബറിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, സൂബറിൻ ഇസ് എ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ, സൂബറിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രിപ്പാണ്. പ്ലാന്റ്സിന്റെ എൻഡോഡെർമിസ്, നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞു, ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞു, അതിനുള്ളിൽ തൊട്ട് ഉള്ളിൽ വരുന്ന സെല്ല് ലെയർ ആണ് എൻഡോഡെർമിസ്. അപ്പൊ ഈ എൻഡോഡെർമൽ സെൽസിൽ റേഡിയലായിട്ടും ട്രാൻസ്വേഴ്സ് ആയിട്ടും ഉള്ള വാൾസുകളിലാണ് ഈ കാസ്പേരിയൻ സ്ട്രിപ്പ് കാണുന്നത്. നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലെ ഫിഗർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എൻഡോഡെർമിസിൽ എങ്ങനെയാണ് കാസ്പേരിയൻ സ്ട്രിപ്പ് അലൈൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പൊ ഈ കാസ്പേരിയൻ സ്ട്രിപ്പ് എന്തിനാണ് പ്രസന്റ് ആയിട്ടുള്ളത്? വാട്ടറിന്റെ അപ്പോപ്ലാസ്റ്റിക് മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാസ്പേരിയൻ സ്ട്രിപ്പ് എൻഡോഡെർമിസിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ എന്താണ് അപ്പോപ്ലാസ്റ്റ്? അവിടെ നമ്മൾ നേരെ വാട്ടർ മൂവ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അതായത് അപ്പോപ്ലാസ്റ്റ്, സിംപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് വാട്ടർ മൂവ്മെന്റ്, ഇതും നമുക്ക് കൺസെപ്റ്റിൽ പഠിക്കാനുള്ള കാര്യമാണ്. അപ്പം സൈലത്തിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നത്
എത്ര സെലക്റ്റീവായിട്ട് വേണം എന്ന് തീരുമാനിക്കുന്നത് കാസ്പേരിയൻ സ്ട്രിപ്പാണ്. ഓക്കെ, അപ്പം അപ്പോപ്ലാസ്റ്റിക് വാട്ടർ മൂവ്മെന്റ് മീൻസ് കാസ്പേരിയൻ സ്ട്രിപ്പ് ഉള്ളത് കൊണ്ട് വാട്ടർ മൂവ്മെന്റിന് ഒരു കൺട്രോൾ കാണും. കാസ്പേരിയൻ സ്ട്രിപ്പിൽ കൂടെ ഒരിക്കലും എന്ത് ചെയ്യില്ല, വാട്ടർ ഡയറക്ട്ലി പോകാൻ പറ്റില്ല. അത് സൂബറിൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രിപ്പ് ആയതുകൊണ്ട് അവിടെ വാട്ടർ മൂവ്മെന്റ് എന്ത് ചെയ്യപ്പെടും, തടയപ്പെടും. അപ്പം നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ കാണാം. സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്ലാൻ സെല്ലാണ് ഈ കാണുന്ന പ്ലാൻ സെല്ല് സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ലെയർ എപ്പിഡെർമൽ സെൽസ് വരുന്നുണ്ട്, ഹൈപ്പോഡെർമിസ് വരുന്നുണ്ട്. ഇതിൽ ഉള്ളിലുള്ള സെല്ലാണ് എന്ത്, എൻഡോഡെർമൽ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡോഡെർമൽ സെൽസിലാണ് നിങ്ങൾ ഈ കാണുന്ന കാസ്പേരിയൻ സ്ട്രിപ്പാണ് എവിടെ വരുന്നത്, ഈ ഒരു എൻഡോഡെർമൽ സെൽസിൽ വരുന്നത്. അപ്പോൾ ഒരു എൻഡോഡെർമസിൽ നിന്ന് മറ്റൊരു എൻഡോഡെർമസിലേക്കായിരിക്കും ഈ കാസ്പേരിയൻ സ്ട്രിപ്പ് കണക്റ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ് വരുമ്പോൾ, അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ മൂവ്മെന്റിന്റെ ഒരു ടൈപ്പാണ്. വാട്ടർ പല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോകുന്ന പാത്ത് വേ, ഇപ്പം നമുക്ക് പറയാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള നെക്സ്റ്റ് ടൗണിലേക്ക് പോകാൻ പല വഴികളും ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ നേരായ റോഡിൽ കൂടെ പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുളം ഉണ്ടാവും, ആ കുളത്തിൽ വള്ളത്തിൽ കയറി നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്താം. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ഡെസ്റ്റിനേഷനിൽ പല വേയിൽ നമ്മൾ പറയില്ലേ, അതേപോലെയാണ് ഈ സിംപ്ലാസ്റ്റും അപ്പോപ്ലാസ്റ്റും വാട്ടർ മൂവ്മെന്റ് പ്ലാന്റ്സിൽ നടക്കുന്നത്. അപ്പൊ എത്തുന്ന ഡെസ്റ്റിനേഷൻ സെയിം ആണെങ്കിലും മൂവ്മെന്റ് വരുന്നത് രണ്ട് രീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലെ പാത്വേ അലോങ് അപ്പോപ്ലാസ്റ്റ് മീൻസ് അതിന്റെ ഒരു പാത്വേ നിങ്ങൾക്ക് ഈ പിക്ചറിൽ തന്നെ മനസ്സിലാവും. വിത്തിൻ ഈ എൻഡോഡെർമിസിന്റെ ഔട്ടർ ലെയറിലൂടെയാണ് അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ് ഓഫ് വാട്ടർ നടക്കുന്നത്. അപ്പോപ്ലാസ്റ്റ് മൂവ്മെന്റ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോഡെർമിസിന്റെ പുറത്ത് കാസ്പേരിയൻ സ്ട്രിപ്പ് ടച്ച് ചെയ്യാതാണ് അപ്പോപ്ലാസ്റ്റിലൂടെ സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ കടക്കുന്നത്. ഇനി പാത്വേ ടു സിംപ്ലാസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ കാസ്പേരിയൻ സ്ട്രിപ്പിനെ കടന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ അപ്പോപ്ലാസ്റ്റിക് മൂവ്മെന്റിനെ തടയാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മുടെ കാസ്പേരിയൻ സ്ട്രിപ്പിനെ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. കാസ്പേരിയൻ സ്ട്രിപ്പ് ടു പ്രിവെന്റ് അപ്പോപ്ലാസ്റ്റിക് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഇൻ ടു സെൽ. അപ്പോൾ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കോർട്ടെക്സ്, പെരിസൈക്കിൾ ആൻഡ് പിത്ത്. ഈ കോർട്ടെക്സ് എന്ന് പറയുന്നത് സ്റ്റോറേജിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ടിഷ്യൂ ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട് സെൽസിന്റെ ആൻസർ വന്ന ആ ഒരു ഓപ്ഷനിൽ കോർട്ടെക്സും ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ കോർട്ടെക്സ് സെൽസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ ഉള്ളിലെ സ്റ്റോറേജ് സെൽസ് ആണ്. ഇനി പെരിസൈക്കിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ പെരിസൈക്കിൾ എന്ന് പറഞ്ഞാൽ പ്ലാന്റിന്റെ ലേറ്ററൽ ആയിട്ട് വരുന്ന റൂട്ട് ഒറിജിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ പെരിസൈക്കിൾ എന്ന് പറയുന്നത്. ലേറ്ററൽ റൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാന്റ്സിന്റെ പലതരം റൂട്ട്സുകളുണ്ട്. ടാപ്പ് റൂട്ട് സിസ്റ്റം ആണെങ്കിൽ അതിൽ ലേറ്ററൽ റൂട്ട്സ് കാണും. അപ്പൊ അത് ഒറിജിനേറ്റ് ചെയ്യുന്ന ലേറ്ററൽ റൂട്ട്സ് എന്ന് പറയുന്നത് സൈഡിൽ നിന്ന് വരുന്ന റൂട്ട്സുകളാണ്. ലേറ്ററൽ റൂട്ട്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് പെരിസൈക്കിളിൽ നിന്നാണ്. അപ്പൊ അത് റൂട്ടിലെ ഒരു സ്ട്രക്ചറാണ്. ഇനി പിത്ത് എന്ന് പറയുന്നത് സ്റ്റോറേജിനും സപ്പോർട്ടിനും വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ പ്രസന്റ് ആയിട്ടുള്ള മറ്റൊരു ടിഷ്യൂ ആണ്, ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള 3 ഓപ്ഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കാസ്പേരിയൻ സ്ട്രിപ്പ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അത് എൻഡോഡെർമിസിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് റൂട്ട് അനാട്ടമി എന്നാണ്. പ്ലാന്റ് അനാട്ടമി എന്ന് നമ്മൾ പറഞ്ഞാലും പർട്ടിക്കുലർലി ഇത് റൂട്ട് അനാട്ടമി ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ PSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ റൂട്ട് അനാട്ടമി. അതുകൊണ്ട് ഈ റൂട്ട് അനാട്ടമി നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ പോവരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാം. പ്ലാന്റ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പെരിസ്പേം ഇൻ സീഡ്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം. സീഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെരിസ്പേം എന്നൊരു സ്ട്രക്ചറിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പെരിസ്പേം ഇൻ സീഡ്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം. ഡിറൈവ്ഡ് ഫ്രം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് റീപ്രൊഡക്ഷനിൽ ബിഫോർ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചറും ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈ ഒരു സ്ട്രക്ചറുകളൊക്കെ എന്തായിട്ട് മാറും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ബിഫോർ ഫെർട്ടിലൈസേഷൻ നമ്മുടെ ഓവറി ആണെങ്കിലും ഓവ്യൂൾ ആണെങ്കിലും എന്തായിട്ടാണ് മാറുന്നത് എന്നുള്ളത് അല്ലെ. ഓവ്യൂൾ സീഡായിട്ട് മാറുന്നു, ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. അപ്പൊ ഇതൊക്കെ ജനറൽ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനുള്ള സീഡ്സിലുള്ള ബാക്കിയുള്ള സ്ട്രക്ചറുകളൊക്കെ എന്തായിട്ട് മാറുന്നു എന്നുകൂടി നമ്മൾ പഠിച്ചിരിക്കുക. അതൊക്കെയാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ്.
അപ്പൊ സീഡ്സിലെ പെരിസ്പേം ഈ ഫെർട്ടിലൈസേഷന്റെ സമയത്തിലെ ഫെർട്ടിലൈസേഷന് മുൻപ് പ്ലാന്റ്സിലെ ഏത് സ്ട്രക്ചർ ആയിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഓപ്ഷൻസിൽ എൻഡോസ്പേം പറയുന്നുണ്ട്, ഇന്റഗുമെന്റ് പറയുന്നുണ്ട്, ഓപ്ഷൻ സി ന്യൂസെല്ലസ് പറയുന്നുണ്ട്, ഡി കോട്ടിലിഡനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കുറച്ച് ആ ഒരു പോർഷൻ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്താലൊന്നും ഒരു പോർഷൻ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പെരിസ്പേം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഈ സ്പേം കണ്ടിട്ട് വായിച്ചിട്ടില്ലാത്ത കുട്ടികളൊക്കെ എൻഡോസ്പേം ഒക്കെ പോയി ചിലപ്പം മാർക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു ജനറൽ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ തേങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കറിയാം കോക്കനട്ടിന്റെ സീഡ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ എൻഡോസ്പേം ആണ് നമ്മൾ വൈറ്റ് കളറിൽ കാണുന്ന ഒരു എൻഡോസ്പേം. അപ്പൊ പെരിസ്പേം ഇൻ സീഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എൻഡോസ്പേമിന് ഡിറൈവ് ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇതിന്റെ ആൻസർ വന്നിട്ട് ന്യൂസെല്ലസ് ആണ്. ഓപ്ഷൻ സി ന്യൂസെല്ലസ് ആണ്. അപ്പൊ ഇത് അറിയുന്ന കുട്ടികൾ ഉണ്ടാവും, അറിയുന്നവരാണെങ്കിൽ ഓക്കെ. അപ്പം നിങ്ങൾ ആ ഒരു ബേസിക് കൺസെപ്റ്റ് നല്ലോണം തറവായിട്ടുള്ള കുട്ടികളാവും. ഇനി അറിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആ ഒരു പ്ലാന്റ് റീപ്രൊഡക്ഷന്റെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ന്യൂസെല്ലസ് സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷന് ശേഷം മിക്ക ക്രോപ്സിലും ഡീജനറേറ്റ് ആയി പോകുകയാണ് ചെയ്യാറ്. എന്നാൽ ചില ക്രോപ്സിൽ, ചില പ്ലാന്റ്സിൽ ഈ ന്യൂസെല്ലസ് അവിടെ തന്നെ നിന്നിട്ട് ഒരു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആയിട്ട് മാറും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഇത് സീഡ് ആവുന്ന സമയത്ത് സീഡിലൊരു മറ്റൊരു സ്ട്രക്ചർ ആയിട്ട് ഈ ന്യൂസെല്ലസ് മാറുന്നു. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ പെരിസ്പേം എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പം ചില പ്ലാന്റ്സിൽ ഇതൊരു സ്റ്റോറേജ് ടിഷ്യൂ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പെർസിസ്റ്റന്റ് ആയിട്ട് ഉള്ള ന്യൂസെല്ലസിനെയാണ് നമ്മൾ പെരിസ്പേം എന്ന് വിളിക്കുന്നത്. സിംപ്ലി പറഞ്ഞാൽ വാട്ട് ഈസ് പെരിസ്പേം? പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിനെയാണ് നമ്മൾ പെരിസ്പേം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എക്സാമ്പിൾ നിങ്ങളൊന്ന് മറന്നു പോകാതെ ഓർത്തിരിക്കുക. ബ്ലാക്ക് പെപ്പറും ബീറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ കുരുമുളകാണ് ബ്ലാക്ക് പെപ്പർ എന്നറിയാം. അപ്പൊ ബീറ്റും നിങ്ങൾക്ക് അറിയാം, ഷുഗർ ബീറ്റിനാണ് നമ്മൾ ബീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ക്രോപ്സും പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ഉള്ള അല്ലെങ്കിൽ പെരിസ്പേം ഉള്ള ക്രോപ്സുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. അപ്പോൾ അതിനെ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് എന്താ പെരിസ്പേം ഈസ് സീൻ ഇൻ വിച്ച് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയില്ലാത്ത ഒരു 3 ക്രോപ്സ് കൊടുക്കുന്നു. ഏതെങ്കിലും ബ്ലാക്ക് പെപ്പറോ ബീറ്റോ കൊടുത്താലും നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ ഒരു പോർഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷൻസ് എൻഡോസ്പേം, ഇന്റഗുമെന്റ് ആൻഡ് കോട്ടിലിഡൻ. എൻഡോസ്പേം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ തേങ്ങയ്ക്കുള്ളിലെ ആ ഒരു വെള്ള പോർഷൻ ഇല്ലേ, അതാണ് ശരിക്കും എൻഡോസ്പേം നമ്മൾ പറയുന്നത്. അപ്പം അത് മോണോകോട്ടിലിഡൻസിൽ നോർമലായിട്ട് കാണുന്നതാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 3 ലെയർ ആണ് പ്ലാന്റ്സിൽ വരുന്നത്. അപ്പോൾ ഇന്റഗുമെന്റ് എന്ന് പറയുന്നത് സീഡ് കോട്ട് പോർഷനാണ്. അപ്പോൾ സീഡിനെ കോട്ട് ചെയ്തിരിക്കുന്ന പോർഷനാണ് നമ്മൾ ഇന്റഗുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ളൊരു സ്ട്രക്ചറാണ്, ഒരിക്കലും പുറമേ ഉള്ള സ്ട്രക്ചർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റഗുമെന്റ് ഒക്കെ അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാവുന്നതാണ് ഓപ്ഷൻസ് എന്ന്. എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഈ ഒരു എൻഡോസ്പേമും പെരിസ്പേമും കൂടെയാണ്. അപ്പോൾ ഓർക്കുക, എൻഡോസ്പേം ഒരിക്കലും എൻഡോസ്പേമും പെരിസ്പേമും 2 ഡിഫറെന്റ് ടിഷ്യൂസ് ആണ് രണ്ടും. ഓക്കെ, ഇനി കോട്ടിലിഡൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, കോട്ടിലിഡൻസിന്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മോണോകോട്ട്, ഡൈക്കോട്ട് എന്ന് പറഞ്ഞിട്ട് ക്രോപ്സിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. മോണോകോട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തെങ്ങ് തന്നെ മോണോകോട്ടിന് എക്സാമ്പിൾ ആണ്. എന്നാൽ ഡൈക്കോട്ട് ആയിട്ടുള്ള പലതരത്തിലുള്ള 2 കോട്ടിലിഡൻ, നമ്മുടെ പയറുകളൊക്കെ എന്താണ് ഡൈക്കോട്ട്സ് ആയിട്ടാണ്. അപ്പൊ കോട്ടിലിഡൻ എന്ന് പറയുന്നത് എംബ്രയോയിന്റെ ലീഫ്, 2 സ്ട്രക്ചറുകളാണ് ഈ കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. എംബ്രയോയിൽ കാണപ്പെടുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചറുകളാണ് നമ്മൾ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഒരു സീഡ് നമ്മൾ ഡൈക്കോട്ട് നമ്മുടെ പയറിന്റെ ആ ഒരു സീഡ് നോക്കിക്കഴിഞ്ഞാൽ 2 കോട്ടിലിഡൻ നമുക്ക് കാണാൻ പറ്റും, അത് പൊളന്നു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് നമ്മുടെ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻഡോസ്പേമും പെരിസ്പേമും മിക്ക ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. ഒരിക്കലും പെരിസ്പേമും എൻഡോസ്പേമും ഈക്വൽ ആയിട്ടുള്ള ടേം അല്ല, അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ്. പെരിസ്പേം എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
ഓക്കെ, അപ്പൊ നമ്മൾ കോട്ടിലിഡൻ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഫിഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം എംബ്രയോ പെരീസ്പം ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അപ്പൊ അതിന്റെ റൂട്ട് ടിഷ്യൂ റാഡിക്കൽ പോർഷൻ, അതായത് റൂട്ട് എമേർജ് ചെയ്യുന്ന പോർഷനാണ് ഈ റാഡിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. കോട്ടിലിഡനാണ് ഈ കാണുന്ന ഗ്രീൻ പോർഷൻ, ഔട്ടർ പോർഷൻ കോട്ടിലിഡനാണ്. അതേപോലെ ടെസ്റ്റ, സീഡ് കോട്ടിനെയാണ് നമ്മൾ ടെസ്റ്റ എന്ന് പറയുന്നത്. അതേപോലെ മൈക്രോപൈലർ എൻഡോസ്പേം, റാഡിക്കൽ, ഇതെല്ലാം നമ്മൾ പ്ലാന്റിന്റെ അനാട്ടമിയിൽ പഠിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ റീപ്രൊഡക്ഷനിൽ നമുക്ക് അനാട്ടമി കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ഓരോ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, മെരിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്, ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഒരു അനാട്ടമിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പിക്ചർ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഇതിന് ഏറ്റവും ഉള്ളിൽ കാണുന്ന ഈ യെല്ലോ ചെറിയ 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 സെൽസ് ആണ് പെരീസ്പം എന്ന് പറയുന്നത്. ഓക്കെ, ഡൈക്കോട്ട് സീഡ്സിന്റെ ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതിൽ കോട്ടിലിഡൻസ് നിങ്ങൾക്ക് കാണാം. 2 കോട്ടിലിഡൻസ് ആയിട്ടായിരിക്കും ഡൈക്കോട്ടിൽ വരുന്നത്. എന്നാൽ മോണോകോട്ടിൽ വരുമ്പോൾ ഒരൊറ്റ കോട്ടിലിഡനായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, മോണോകോട്ടിന്റെ റാഡിക്കിള് ഡൗൺ പോർഷനിലും, ഇത് മെയ്സിന്റെ സീഡാണ്. ഓക്കെ, മോണോകോട്ടിന്റെ മെയ്സിന്റെ സീഡാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇത് അരാബിഡോപ്സിന്റെ ഡൈക്കോട്ട് സീഡ് പിക്ചറാണ് ഈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ്. അതും നമുക്ക് ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ബോട്ടണിയുടെ ഒരു സബ് ടോപ്പിക്കായിട്ട് വരാവുന്ന ഒരു ടോപ്പിക് തന്നെയാണ് പ്ലാന്റ് ബ്രീഡിംഗ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൈബ്രിഡ് വിഗർ ഈസ് ഓൾസോ നോൺ ആസ്. ഹൈബ്രിഡ് വിഗർ, ഹൈബ്രിഡ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ബയോടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ഹൈബ്രിഡ്. നമുക്ക് പ്ലാന്റ്സിന് മാത്രമല്ല ഹൈബ്രിഡ്സ് ഉള്ളത്, ആനിമൽസിനും ഹൈബ്രിഡ്സ് ഉണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ഹൈബ്രിഡിനെ പറ്റിയിട്ടാണ്. 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ഇംബ്രീഡിംഗ് ഡിപ്രഷൻ, ഓപ്ഷൻ ബി അപ്പോമിക്സിസ്, ഓപ്ഷൻ സി ഹെറ്ററോസിസ് ആൻഡ് ഓപ്ഷൻ ഡി പോളിപ്ലോയിഡി. അപ്പൊ ഹൈബ്രിഡ് വിഗർ ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പ്ലാന്റ് ബ്രീഡിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് പഠിച്ചു പോയവർക്ക് പോലും ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റും ക്ലിയറും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ചോദിച്ചിട്ടുള്ളതിൽ എനിക്കൊന്ന് ഒരു 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ചിന്തിച്ചിരുന്ന് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്തായാലും നമുക്ക് നോക്കാം. ഹെട്രോസിസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഹെട്രോസിസ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് ബ്രീഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. ഹെട്രോസിസ് നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാനായിട്ടില്ല. അതിന്റെ സയന്റിസ്റ്റിന്റെ ഇയറും വരെ നമ്മൾ പഠിച്ചിട്ട് പോവാം. ഹെട്രോസിസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലാന്റിനെ നോക്കുവാണെങ്കിൽ അതിൽ നിന്നും ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഈൽഡ് ഉണ്ട്, അവർക്ക് കുറച്ചുകൂടെ വിളവ് കാണും. സാധാരണ പ്ലാന്റ്സിനെ കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ഗ്രോത്ത് ആയിരിക്കും ഹൈബ്രിഡ്സിന് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അവർക്ക് പെസ്റ്റിനെയും ഡിസീസസിനെയും എല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി അവർക്ക് സാധാരണ പ്ലാന്റ്സിനെ കാട്ടിലും കൂടുതലായിരിക്കും. ഈ ഒരു സുപ്പീരിയോറിറ്റി ഹൈബ്രിഡിനുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഹെട്രോസിസ് എന്ന് പറയുന്നത്. അതായത് സാധാരണ പ്ലാന്റ്സിൽ നിന്നും ഹൈബ്രിഡിനുള്ള ഈ ഒരു സുപ്പീരിയർ ക്വാളിറ്റി അതെന്തുകൊണ്ടാണ് വന്നത്? ദാറ്റ് ഈസ് കോൾഡ് ഹെറ്ററോസിസ്. അപ്പൊ ഇത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ വളരെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് ഈ ഹെറ്ററോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു 2 ഈൽഡ് കൂടിയ ഫാദർ ആൻഡ് മദർ അല്ലെങ്കിൽ 2 പേരൻസിനെ എടുത്തിട്ട് അതിനെ നമ്മുടെ ഹ്യൂമൻ കൺട്രോളിൽ ഹൈബ്രിഡ് ആക്കി മാറ്റി അതിന് ബെറ്റർ ഈൽഡും ബെറ്റർ ഗ്രോത്തും ബെറ്റർ റെസിസ്റ്റൻസും കിട്ടുന്നെങ്കിൽ ആ ഒരു പ്രോസസ്സ്, ആ ഒരു സുപ്പീരിയോറിറ്റിക്ക് നമുക്ക് ഹെറ്ററോസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ഹെറ്ററോസിസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. എന്താണ് ഹെറ്ററോസിസ്? അത് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് ഷൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. ഈ സയന്റിസ്റ്റ് 1914 ഹെറ്ററോസിസ് ഒബ്സർവ് ചെയ്യുന്നതും ഈ ഒരു ടേം ആ ഒരു സുപ്പീരിയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിന് ഹെറ്ററോസിസ് എന്നൊരു ടേം കൊടുക്കുന്നതും 1914. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ തന്നെ
superiority of F1 hybrid over both the parents in terms of yield or some other characters. അപ്പോൾ രണ്ട് പേരൻസിന് നമ്മൾ ഉപയോഗിച്ച രണ്ട് പേരൻസിനും ഇല്ലാത്ത ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള അതിൽ രണ്ടിനെക്കാട്ടിലും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇത് ക്രോസ് ചെയ്ത് കിട്ടിയ ഹൈബ്രിഡ് ആയിട്ടുള്ള F1-നുള്ളത്. അപ്പൊ രണ്ട് പേരൻസിനെക്കാട്ടിലും സുപ്പീരിയർ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഹെറ്ററോസിസ് എന്ന് ഷള്ള് വിളിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മെയ്സിന്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മെയ്സിന്റെ പേരൻസിനെ നിങ്ങൾക്ക് അറിയാം, ഒരു ഷോർട്ട് ആയിട്ടുള്ള മെയ്സ്, അതേപോലെ തന്നെ ഒരു ലോങ് വണ്ണും, രണ്ടും കൂടെ നോക്കിയിട്ട് കിട്ടിയ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം മീഡിയവും നല്ല തിക്കായിട്ടുള്ള ഒരു മെയ്സിന്റെ F1-നെയാണ് നമുക്കിവിടെ ഹെട്രോസിസ് വഴി ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഇനി എന്തുകൊണ്ടാണ് ബാക്കിയുള്ള 3 ഓപ്ഷൻസും ഇവിടെ ശരിയാവാഞ്ഞത്? ആ ഒരു ഓപ്ഷൻസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെട്രോസിസിന്റെ നേരെ ഓപ്പോസിറ്റ് പരിപാടിയാണ്. അതായത് നമ്മൾ ക്രോസ് ചെയ്തിട്ട് സുപ്പീരിയോറിറ്റി കിട്ടുന്നത് പോലെ തന്നെ നേരെ തിരിച്ച് ഈ ക്രോസ് പോളിനേറ്റ് ചെയ്ത് വരുന്ന പ്ലാന്റ്സിനെ നമ്മൾ സെൽഫ് ചെയ്യാം. ഇപ്പൊ ക്രോസ് പോളിനേറ്റഡ് ആയിട്ടുള്ള ധാരാളം ക്രോപ്സുകളുണ്ട്. ആ ക്രോപ്സിനെ നമുക്ക് സെൽഫ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് ചെയ്യുമ്പോൾ ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ക്രോസ് പോളിനേറ്റഡ് ആയിട്ട് ഉള്ള ക്രോപ്സിന് ഒരു ജനറ്റിക് വെറൈറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സെൽഫ് ചെയ്യുന്നതോടെ ആ ഒരു വേരിയഡ് ആയിട്ടുള്ള അവരുടെ ജനറ്റിക് ഐഡന്റിറ്റി തന്നെ മാറും. അങ്ങനെ സെൽഫ് ചെയ്ത് ഇവർക്കുള്ള ഒരു പെർഫോമൻസിനെക്കാട്ടിലും കുറയുന്ന ഒരവസ്ഥയാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പൊ ഹെട്രോസിസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അതുകൊണ്ട് ഇവിടെ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. മറ്റൊരു ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോമിക്സിസ് ആണ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ വരേണ്ട ഒരു ടേമേ അല്ല. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് അസെക്ഷലി ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫോം ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ് ഈ അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ അപ്പോമിക്റ്റിക് സീഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്, അങ്ങനെ ഫോം ചെയ്ത സീഡ്സിനെ. അതേപോലെ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ടേം കൂടി നമുക്ക് ഓപ്ഷൻസിൽ കാണാൻ പറ്റി. പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ DNA സ്ട്രക്ചർ, നമ്മുടെ സെല്ലിനുള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയലിലെ ക്രോമസോം അല്ലെ, ക്രോമസോം നമുക്ക് ഹ്യൂമൻസിന് 23+Y ക്രോമസോംസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ക്രോമസോംസ് ഇൻക്രീസ് ചെയ്യുന്ന പരിപാടിയാണ് പോളിപ്ലോയിഡി. ക്രോമസോംസിന്റെ നമ്പർ ഓരോ ഹ്യൂമനിന് ഇപ്പം ഇത്ര ക്രോമസോം ഉണ്ടെങ്കിൽ മറ്റൊരു ആനിമലിന് ഇത്ര നമ്പർ ഓഫ് ക്രോമസോംസ് ആയിരിക്കും. ഓരോ ക്രോമസോംസ് പ്ലാന്റ്സിലാണെങ്കിൽ ഓരോ ക്രോപ്സിനും പലതരം നമ്പേഴ്സ് ഓഫ് ക്രോമസോം ആണ്. അതുകൊണ്ടാണ് അവർ വേരി ചെയ്ത് പല രൂപത്തിലും പല ഇപ്പൊ ലീവ്സ് ആണെങ്കിലും പല കളറിലും ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ ഈ പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ നമ്പർ ഇൻക്രീസ് ആവുന്ന ഒരു അവസ്ഥ. പ്ലോയിഡി എന്ന് പറയുന്നത് നോർമൽ ക്രോമസോമിന്റെ നമ്പറും പോളിപ്ലോയിഡി എന്ന് പറയുന്നത് ക്രോമസോമിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കുമാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഹൈബ്രിഡ് വിയർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഓർക്കുക ദാറ്റ് ഈസ് ഹെറ്ററോസിസ് റിലേറ്റഡ് ടേം. ഇപ്പൊ ഹെറ്ററോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹൈബ്രിഡ് ബേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡ് ബ്രീഡ്, ഇതൊക്കെ നമ്മൾ PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ആ ഒരു പോർഷൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇക്കോളജി ടോപ്പിക്കിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇക്കോളജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ. ഓർക്കിഡും മാംഗോ ട്രീയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് നമ്മൾ എക്കോളജിക്കലി പറയുന്നത് എന്താണ്? ഓക്കെ, അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന, എന്നാൽ കുറച്ച് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പറഞ്ഞിട്ടുള്ള എക്കോളജിക്കൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ എക്കോളജിക്കൽ റിലേഷൻഷിപ്പിൽ നമുക്ക് രണ്ട് ഓർഗാനിസം തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അതിൽ പലതരം ടേംസ് ഉണ്ട്. ഇപ്പൊ പാരസൈറ്റിസം, മ്യൂച്വലിസം, കൊമൻസാലിസം, അമെൻസാലിസം, ഇതിൽ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ഇതിൽ കൂടുതൽ റിലേഷൻഷിപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ആൻസർ കമൻസാലിസം ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എക്കോളജിക്കൽ റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒരു ഗ്ലാൻസിൽ നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ കമൻസാലിസം ആണ്. ഓർക്കിഡ് എന്ന് പറയുന്നത് ഒരു എപ്പിഫൈറ്റ് ആണ്. ഓക്കെ, എപ്പിഫൈറ്റ് മീൻസ് മറ്റൊരു ഓർഗാനിസത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാംഗോ ട്രീനെ യൂസ് ചെയ്ത് അതിന്റെ സപ്പോർട്ട്, അതിന്റെ ഒരു ലൈഫ് സൈക്കിള് ഓർക്കിഡ് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷെ മാംഗോ ട്രീ അഫക്ട് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല.
മാംഗോ ട്രീക്ക് ഓർക്കിഡിനെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ദോഷവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് കമൻസാലിസം എന്ന് നമ്മൾ ഈ ഒരു റിലേഷനെ വിളിച്ചു. അപ്പൊ എപ്പിഫൈറ്റ്സ് എപ്പോഴും കമൻസാലിസം ആണ്, എപ്പിഫൈറ്റ്സ് എപ്പോഴും ഇൻവോൾവ് ആവുന്ന റിലേഷൻ അത് കമൻസാലിസം ടൈപ്പ് ഓഫ് റിലേഷൻ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത് എൻസിആർടിയിൽ ജനറൽ ആയിട്ട് കോമൺ ആയിട്ട് കാണുന്ന എക്കോളജിക്കൽ റിലേഷൻഷിപ്പാണ് ഈ കമൻസാലിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള റിലേഷൻഷിപ്പ് ജസ്റ്റ് നമുക്ക് എല്ലാം കൂടെ നോക്കി പോകാനുള്ള ടൈം ഇല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഞാൻ റിലേഷൻഷിപ്പ് ഓർഗാനിസം ഏതൊക്കെയാണ് ഇൻവോൾവ് ആവുന്നതെന്നും അതേപോലെ തന്നെ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്, അതിനെ പറ്റിയുള്ള ഷോർട്ട് നോട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ എൻസിആർടിയിലും ഇത് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ മ്യൂച്വലിസം കമൻസാലിസം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കോളജിക്കൽ റിലേഷൻ ആണ്. അപ്പൊ മ്യൂച്വലിസം രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് രണ്ടിനും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ആൽഗെ പ്ലസ് ഫംഗസ്, ദറ്റ് ഈസ് ലൈക്കൻ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. അതേപോലെ കമൻസാലിസം നമ്മൾ ഈ പറഞ്ഞ ഓർക്കിഡ് ആൻഡ് മാംഗോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ്. പാരസൈറ്റിസത്തിൽ ആ ഒരു ഹോസ്റ്റിന് ബെനിഫിറ്റും അതേപോലെ തന്നെ ഹോസ്റ്റിന് നെഗറ്റീവും ഹാം ചെയ്യുന്ന ആ ഒരു ഓർഗാനിസത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണ് പാരസൈറ്റിസത്തിൽ കിട്ടുന്നത്. പ്രിഡേഷനിലും സെയിം പാരസൈറ്റ് അതേ അവസ്ഥ തന്നെയാണ്. നമ്മുടെ ഈ പാരസൈറ്റിന് നമുക്കറിയാം രോഗം ഉണ്ടാക്കുന്ന പാരസൈറ്റ്സ് ഒക്കെ നമുക്ക് ഈ പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ പ്രിഡേഷനും നമ്മൾ കാട്ടിലെ സിംഹമൊക്കെ എന്താണ് പ്രിഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അപ്പൊ അതൊക്കെ പ്രിഡേറ്റേഴ്സിൽ പറയാം. ഇനി കോമ്പറ്റീഷൻ ആണെങ്കിലോ ഒരേപോലത്തെ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്പീഷീസ് രണ്ടിനും ഹാം കൊടുക്കുന്ന റിലേഷൻ ആണ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് രണ്ടുപേർക്കും പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ പ്ലാന്റ്സ് തമ്മിൽ സൺലൈറ്റിന് വേണ്ടിയിട്ട് മത്സരം പിടിക്കുന്നു, അപ്പൊ അത് രണ്ടിനും ദോഷമാണ് ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ റിലേഷൻ. അപ്പൊ അതൊരു റിലേഷനിൽ നമുക്ക് പറയാവുന്നതാണ്. അമൻസാലിസം എന്നുള്ള മറ്റു റിലേഷനിൽ എന്താ സംഭവിക്കുന്നത്, ഒരാൾക്ക് ഗുണവും ഇല്ല എന്നാൽ മറ്റേ ദോഷവുമാണ്. അപ്പം അതും ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്. ന്യൂട്രലിസം രണ്ട് സ്പീഷീസ് രണ്ടിനും അഫക്റ്റും ഇല്ല, രണ്ടിനും ബെനിഫിറ്റും ഇല്ല. ഇനി പ്രോട്ടോ കോർപ്പറേഷൻ ഉണ്ട്, അതിൽ രണ്ടുപേർക്കും ബെനിഫിഷ്യൻ ആണ്. പക്ഷെ ഈ അസോസിയേഷൻ ചെയ്തില്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റും, ഒറ്റയ്ക്കാണെങ്കിലും അവർ ജീവിക്കും. ഇനി ഇൻക്വിലിസം, ഫെസിലിറ്റേഷൻ, സിംബയോസിസ്, കാനിബാളിസം, സ്കാവെഞ്ചിങ്, ഹെർബിയോറി, അലിലോപ്പതി, സാപ്രോഫൈറ്റിസം ഇതൊക്കെ ഒരുപാട് എക്കോളജിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന റിലേഷൻ ആണ്. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ഇതിൽ ഫസ്റ്റ് 4 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ കാണുന്ന 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് പാരസൈറ്റിസം, മ്യൂച്വലിസം, കമൻസാലിസം, അമൻസാലിസം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ എക്കോളജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എക്കോളജി നമ്മുടെ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടാണ് PSC കണ്ടിട്ടുള്ളത്. വിച്ച് ഇക്കോളജിക്കൽ പിരമിഡ് ഈസ് ഓൾവേസ് അപ്രൈറ്റ്? അപ്പോൾ നമ്മൾ ഈ ഫുഡ് ചെയിൻ കാര്യങ്ങൾ എക്കോളജിക്കൽ പിരമിഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ട്രോഫിക് ലെവൽസ് ബേസ് ചെയ്തിട്ടുള്ള പിരമിഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് ഫുഡ് ചെയിൻ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ആ ഒരു എക്കോളജിക്കൽ പിരമിഡിൽ അപ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊണിക്കൽ അല്ലെ ട്രയാങ്കിൾ ഷേപ്പ് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കോർണർ അപ് സൈഡും ബേസ് പോർഷൻ ഡൗൺ സൈഡും വരുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ അപ്രൈറ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്കോളജിക്കലി കാണാൻ പറ്റുന്ന പിരമിഡ് എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കുന്നത് ഏത് പിരമിഡിലാണ്? ഇതിന്റെ ആൻസർ വരുന്നത് പിരമിഡ് ഓഫ് എനർജി ആണ്. ഇത് നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് പഠിച്ചാലാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു പിരമിഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ബൈഹാർട്ട് ചെയ്ത് പോകാനേ പറ്റൂ. പക്ഷെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്, എന്തുകൊണ്ടാണ് ബയോമാസും നമ്പേഴ്സും ഓൾവേസ് അപ്രൈറ്റ് അല്ലാത്തത്. ഓക്കെ, അപ്പോൾ ബയോമാസ് എന്ന് പറയുന്നത് ഓൾവേസ് നമ്മുടെ എക്കോളജിയിൽ നമ്മൾ ഒരു ലാൻഡ് കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കോളജിക്കൽ പിരമിഡ് അപ്രൈറ്റ് ആണ്. പക്ഷേ ഒരു അക്വാറ്റിക് എക്കോസിസ്റ്റം, അതായത് ഫിഷസും ചെറിയ ഫൈറ്റോ പ്ലാങ്ക്ടൺസും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പിരമിഡ് ബയോമാസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും.
ഓക്കെ, അപ്പം അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ എക്കോളജി പോർഷൻസ് ബേസിക്സ് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എനർജി എല്ലായ്പ്പോഴും ട്രോഫിക് ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്ത് വരും. എനർജിക്ക് ഒരിക്കലും റീസൈക്കിൾ ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, എനർജി കനോട്ട് ബി റീസൈക്കിൾഡ്. അതുകൊണ്ട് തന്നെ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് എപ്പോഴും അപ്രൈറ്റ് ആയിരിക്കും. അപ്പം എനർജിക്ക് ഒരിക്കലും ഇൻവേർട്ട് ആവാനുള്ള കഴിവില്ല. എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമായിട്ട് മാറുകയാണ് ചെയ്യാറ്. ഓക്കെ, ഇപ്പൊ ബയോമാസ് പിരമിഡ് ഇൻവേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ ബയോമാസ് ഇൻവേർട്ടഡ് ആണ്. അപ്പൊ നമ്മൾ പിരമിഡ് ഓഫ് എനർജി ആണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെവൽ അപ്പെക്സ് ആയിട്ടുള്ള ഡീകമ്പോസേഴ്സ്, അതേപോലെ തന്നെ തേർഡ് ലെവൽ കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, ഇങ്ങനെ ഓരോ ട്രോഫിക് ലെവൽസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും ആദ്യം കൊടുത്തിട്ടുള്ളത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. 100% ആണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ഇവിടുന്ന് സണ്ണിന്റെ എനർജി നമ്മുടെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എടുത്തിട്ട് പ്രൈമറി കൺസ്യൂമേഴ്സിലേക്ക് അത് പാസ് ഓൺ ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡറി കൺസ്യൂമേഴ്സ് എടുക്കുന്നു, തേർഡ് ലെവൽ കൺസ്യൂമേഴ്സ് എടുക്കുന്നു. അങ്ങനെ പാസ് ഓൺ ചെയ്തിട്ടാണ് എനർജി പിരമിഡ് പോകുന്നത്. അപ്പൊ ഇത് അതുകൊണ്ട് എന്താണ്, അപ്രൈറ്റ് ആയിട്ടാണ് നമുക്ക് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും കാണാൻ പറ്റുന്നത്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലാണെങ്കിലും ഇതേ കാര്യം തന്നെയാണ് പിരമിഡ് ഓഫ് എനർജിക്ക് സംഭവിക്കുന്നത്. ഇവിടെ ഇൻവേർഷൻ ഒന്നും തന്നെ പിരമിഡ് ഓഫ് എനർജിക്ക് സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മൾ പിരമിഡ് ഓഫ് ബയോമാസ് നോക്കുകയാണ്. ഓക്കെ, പിരമിഡ് ഓഫ് ബയോമാസിൽ എന്താ സംഭവിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ഫൈറ്റോപ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അവർ വളരെ കുറഞ്ഞ ബയോമാസിലെ അവർക്ക് പ്രൊഡ്യൂസേഴ്സ് ഉള്ളൂ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ. എന്നാൽ അവരുടെ തൊട്ട് മുകളിലുള്ള ഹെർബിവോഴ്സിലെ നോക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബയോമാസ് വരുന്നുണ്ട്. പ്രൈമറി കൺസ്യൂമേഴ്സ് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബയോമാസ് വരുന്നുണ്ട്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബയോമാസ് വരുന്നുണ്ട്. എന്നാൽ ലാൻഡിലാണെങ്കിലോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ബയോമാസ് ഉള്ളത്. പ്രൈമറി കൺസ്യൂമേഴ്സ് അതിനേക്കാളിലും കുറവാണ്. സെക്കൻഡറി കൺസ്യൂമേഴ്സിന്റെ ബയോമാസ് അതിലും കുറവാണ്. ടേഴ്സറി കൺസ്യൂമേഴ്സ് അതിലും കുറവാണ്. അപ്പൊ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ അക്വാറ്റിക് സിസ്റ്റം ഈസ് ഇൻവേർട്ടഡ്. അതിന്റെ കോർണർ താഴെയാണ് വന്നിരിക്കുന്നത്. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ ആൻ ലാൻഡ് എക്കോസിസ്റ്റം ഈസ് ഇൻ അപ്രൈറ്റ്. അതിന്റെ കോർണർ അപ്പർ പോർഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് പിരമിഡ് ഓഫ് ബയോമാസും പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് നമ്പേഴ്സും നമുക്ക് ഈ ഒരു സെയിം കണ്ടീഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിരമിഡ് ഓഫ് നമ്പേഴ്സ് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബയോമാസിന്റെ കേസ് പോലെ തന്നെ എന്ത് വരും, തിരിഞ്ഞു വരും അല്ലെ. അവിടെയും ഒരു അപ്രൈറ്റ് കണ്ടീഷൻസ് നമുക്ക് വരാം. എപ്പോഴും പിരമിഡ് ഓഫ് എനർജി മാത്രമായിരിക്കും അപ്രൈറ്റ് കണ്ടീഷൻസിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലാന്റ് ഫിസിയോളജി ടോപ്പിക്സിൽ നിന്നാണ്. നമ്മൾ പ്ലാന്റ് ഫിസിയോളജിന്ന് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണല്ലേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ട്രാൻസ്പിറേഷൻ പുൾ ഒക്കേഴ്സ് മെയിൻലി ത്രൂ. ട്രാൻസ്പിറേഷൻ പുള്ള് എന്ത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഏത് സ്ട്രക്ചറിലാണ് നടക്കുന്നത് ട്രാൻസ്പിറേഷൻ പുൾ? ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഗേഷ്യസ് ഫോമില് പ്ലാന്റ്സിൽ നിന്ന് വാട്ടർ പോകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്പിറേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിന്റെ ടിഷ്യൂസിൽ, പ്ലാന്റ്സിന്റെ വെസൽസിൽ ഒരു പ്രഷർ എപ്പോഴും ഒരു പുൾ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ നടക്കുന്നുണ്ട്. ആ ഒരു പൊട്ടൻഷ്യലിനാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നടക്കുന്നത് ഏത് പ്ലാന്റ് വെസലിൽ നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലോയം, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി കോർട്ടെക്സ്, ഓപ്ഷൻ സി സൈലം ആൻഡ് ഓപ്ഷൻ ഡി കേംബിയം. ഇതിന്റെ ആൻസർ സൈലമാണ്. അപ്പൊ ഓർക്കുക, ഇത് ട്രാൻസ്പിറേഷൻ പുൾ എപ്പോഴും നടക്കുന്നത് മെയിൻലി ത്രൂ സൈലം ആണ്. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ട്രാൻസ്പിറേഷൻ എപ്പോഴും ഒരു നെഗറ്റീവ് പ്രഷറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്പിറേഷനിൽ കാരണം വെള്ളം എന്താണ്, റൂട്ടിൽ നിന്ന് മുകളിലേക്ക് പുള്ള് ചെയ്ത് ലീഫ് വഴി ഗ്യാസിയസ് ഫോമിൽ പോകുന്ന അവസ്ഥയാണ് ട്രാൻസ്പിറേഷൻ. വാട്ടർ കോളം സൈലം വെസൽസ് ത്രൂ അപ്വേർഡായിട്ട് പുള്ള് ചെയ്യുന്ന ഒരവസ്ഥയാണ് ട്രാൻസ്പിറേഷനിൽ നടക്കുന്നത്. അപ്പം ഈ സാപ്പ്, നമ്മുടെ പ്ലാന്റ്സിന്റെ റൂട്ട്സിന്റെ സാപ്പ് അസെൻഡ് ചെയ്യുന്ന കൊഹെഷൻ ടെൻഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്പിറേഷൻ പുള്ള് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
അപ്പം എക്സാം ടിപ്സ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് വാട്ടർ ട്രാൻസ്പോർട്ട് എപ്പോഴും സൈലം ത്രൂ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ട്രാൻസ്പിറേഷൻ പുള്ള് എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും സൈലമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫുഡ് ട്രാൻസ്പോർട്ട് എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ എപ്പോഴും ഫ്ലോയോ ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ മോഡിഫൈ ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പ്ലാന്റ്സിൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ഹാപ്പനിങ് ത്രൂ സൈലം, ഫ്ലോയം, കോർട്ടെക്സ്, കാമ്പിയം. എഗെയിൻ ആൻസർ വരുന്നത് സൈലം തന്നെയാണ്. ഫുഡ് ട്രാൻസ്പോർട്ട് ആണ് ഫ്ലോയം വഴി നടക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. വാട്ടർ സൊല്യൂട്ട്, ഇപ്പം വാട്ടറിൽ ഡിസോൾവ് ആവുന്ന ചില സൊല്യൂട്ട്സുകളുണ്ട്, അതും സൈലം വഴി പോകും. എന്നാൽ വാട്ടർ മെയിൻലി നമ്മൾ എന്താണ്, വാട്ടർ ആൻഡ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് സൈലം വഴി പോകുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ആ ഒരു ട്രാൻസ്പിറേഷൻ പുള്ള് ആൻഡ് അസഡോപ്പ് സാപ്പ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ റൂട്ടിൽ നിന്ന് വെള്ളം സോയിലിൽ നിന്ന് പ്ലാന്റ് റൂട്ട്സ് വലിച്ചെടുത്തിട്ട് സൈലം വഴി മുകളിലേക്ക് എല്ലാ പ്ലാന്റ് ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നു, ലീവ്സിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ട്രാൻസ്പിറേഷൻ വഴി എന്ത് ചെയ്യുന്നു, വെള്ളം ഗേഷ്യസ് ഫോംസിൽ പുറത്തേക്ക് പോകുന്നു. ഇതൊരു വാട്ടർ കോളം ഫോം ചെയ്തിട്ട് ഒരു പുള്ളാവുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ പുൾ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ടർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എപ്പോഴും ഡൗൺവേർഡ് നിന്ന് അപ്വേർഡ് പോർഷൻസിലേക്കായിരിക്കും ഒരു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിന്റെ സൈൻ പോകുന്നത്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഷറാണ് എപ്പോഴും പ്ലാന്റ്സിന് വാട്ടർ കോളത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സൈലം എപ്പോഴും കൊഹെഷൻ ആൻഡ് അദഷൻ തിയറി ബേസ് ചെയ്തിട്ടായിരിക്കും. ലീഫിൽ സ്റ്റൊമാറ്റോ എന്നുള്ള ഇവാപ്പറേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവാപ്പറേറ്റീവ് ഫോമിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോകുന്നത്. അപ്പം അതിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ നടക്കുന്നത് സ്റ്റൊമാറ്റോ ത്രൂ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. റൂട്ട്സിൽ നിന്ന് നമ്മൾ സോയിലിൽ നിന്ന് റൂട്ട്സ് വെള്ളം വലിച്ചെടുക്കുന്നത് ഓസ്മോസിസ് വഴിയാണ് ഇൻറ്റു റൂട്ട് ഹെയർസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ്. ഇതും മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്ലാന്റ് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ അപ്പീക്കൽ ഡോമിനൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും ഒരു ടോപ്പിക്കുമാണ്. അപ്പം ഈ 10 ചോദ്യം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന 10 ടോപ്പിക്കുകളും നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബോട്ടണി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഈ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ലുക്ക് ഓൺ ചെയ്തിട്ട് മാത്രം നിങ്ങൾ പോയാൽ മതി. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ഫുള്ള് പഠിക്കുക കേട്ടോ. ജസ്റ്റ് ആ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിച്ചിട്ട് പോയാൽ ആ കൺസെപ്റ്റിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അത് ആ ഒരു പോർഷൻ നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പ്ലാന്റ് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ അപ്പിക്കൽ ഡോമിനൻസ്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ സൈറ്റോകൈനിൻ, ഓപ്ഷൻ ബി ഓക്സിൻ, ഓപ്ഷൻ സി ഗിബെറലിൻ ആൻഡ് ഓപ്ഷൻ ഡി എത്തിലിൻ. ഓക്കെ, ഇതിന്റെ ആൻസർ വന്നിട്ട് ഓക്സിൻ ആണ്. നമ്മൾ കുഞ്ഞിലേ തൊട്ട് പഠിക്കുന്നതാണ് അപ്പിക്കൽ ഡോമിനൻസ്, ഓക്സിൻ, അപ്പിക്കൽ ഡോമിനൻസ്, ഓക്സിൻ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ പ്ലാന്റ് ഹോർമോൺസിന്റെ കേസിൽ നമുക്ക് വേറൊരു സംഗതി നമുക്ക് നടക്കത്തില്ല. ബൈ ഹാർട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക, ബൈ ഹാർട്ട് റിവൈസ് ചെയ്യുക. ഇത് തന്നെയാണ് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പം ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പ്ലീസ് ഇത് ആദ്യമായിട്ട് കാണുന്നവർ ഒരിക്കലും ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പ്ലാന്റ് ഹോർമോൺസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്താണെങ്കിലും ഷുവറാണ് ചിലപ്പോൾ ചോദിക്കുന്നത് എത്തിലിൻ ആയിരിക്കും. എത്തിലിനൊക്കെ നമുക്കറിയാം, നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഫ്രൂട്ട്സ് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് കളത്തരം കാണിച്ച് ചെയ്യുന്ന ഹോർമോൺ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എത്തിലിൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഫ്രൂട്ട് റൈപ്പനിങ് ഹോർമോൺ എന്താണ്, എത്തിലിൻ ആണ്. അപ്പം ഇങ്ങനെ ഓരോ പ്ലാന്റ് ഹോർമോണിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഓക്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഓരോ ഹോർമോൺസിനും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഫങ്ഷൻസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. എന്തായാലും നിങ്ങളത് ഒന്ന് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓക്സിൻ ആണ്. ഓക്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റിന്റെ എപ്പിക്കൽ ബഡിലാണ്. അതായത് ഏറ്റവും എപ്പെക്സിൽ വരുന്ന ബഡിൽ, അപ്പെക്സിൽ ഫോം ചെയ്യുന്ന ബഡിലാണ് ഓക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓക്സിൻ പ്ലാന്റ്സിന് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില പ്ലാന്റ്സ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ലേറ്ററലായിട്ട് സൈഡിലേക്കൊന്നും ഗ്രോ ചെയ്യാതെ നേരെ ഇത് കമ്പ് മുകളിലോട്ട് പോകുന്നത് കാണാം. ഇതിനെയാണ് നമ്മൾ അപ്പിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത്.
പ്ലാന്റ്സിന് നമ്മളിപ്പോൾ ബുഷ് ടൈപ്പ് ഓഫ് ചെടിയൊക്കെയാണ്, നിങ്ങളിപ്പം വീട്ടിലൊക്കെ ചെടി നട്ട് നമ്മൾ ഭംഗിയൊക്കെ വീട്ടിൽ ചെടി വെക്കില്ലേ, അപ്പൊ നമുക്കറിയാം ബുഷി ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മളിത് ട്രിം ചെയ്ത് വിടും മുകളിൽ. എന്തിനാണ് നമ്മൾ ട്രിം ചെയ്ത് വിടുന്നത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പിക്കൽ ഡോമിനൻസ് തടഞ്ഞ് ലേറ്ററൽ ആയിട്ടുള്ള പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓക്സിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൽ ഓക്സിൻ ഉള്ളത് കൊണ്ട് ഓക്സിൻ എപ്പോഴും മുകളിലോട്ട് പോകാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പം ഓക്സിജൻ എന്ന് ഓർക്കുക. ഓക്സിജൻ എന്ന് പറയുമ്പോൾ വായുവാണ്, വായു എപ്പോഴും മുകളിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ഓക്സിജൻ എപ്പോഴും അപ്പിക്കൽ മുകളിലേക്ക് പോകാനാണ് താല്പര്യം. ഇതൊന്നും നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഈ കോഡ് വെച്ചിട്ട് നിങ്ങളിത് പഠിക്കാം. അപ്പൊ ലാറ്ററൽ ബഡ്സിനെ സപ്രസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആളാണോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഓക്സിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ അപ്പിക്കൽ ബഡ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രാഞ്ചിങ് ഇൻക്രീസ് ചെയ്തിട്ട് ലാറ്ററൽ ബഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അതിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് പ്ലാന്റ്സിന്റെ അപ്പിക്കൽ ബഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എക്സാമിന് ഓർത്ത് വെക്കേണ്ട കാര്യം, അപ്പിക്കൽ ഡോമിനൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്ലാന്റിലെ ഹോർമോൺ എന്ന് പറയുന്നത് അത് ഓക്സിൻ ആണ്. സൈറ്റോകൈനിൻ ആണ് ശരിക്കും ലേറ്ററൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ സൈറ്റോകൈനിൻ ഹോർമോൺസ് ഒക്കെ നമ്മൾ പ്ലാന്റ്സിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്ററൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസിൽ കിട്ടിയല്ലോ. സൈറ്റോകൈനിൻ പ്രൊമോട്ട്സ് ലേറ്ററൽ ഗ്രോത്ത് ആൻഡ് ഓക്സിൻ പ്രൊമോട്ട് അപ്പിക്കൽ ഗ്രോത്ത്. അപ്പം ഇനി നമ്മൾ ഈ ഒരു പോർഷൻസിന് പ്ലാന്റ് ഹോർമോൺസിന്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു പോർഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്സിന്റെ ഒരു 4 ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെമ്മിന്റെ സെൽ ഇലോങ്ങേഷൻ ഓക്സിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. അതായത് സ്റ്റെമ്മിലെ സെല്ലുകൾ ഇലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ഓക്സിൻ ആണ്. അതേപോലെ അപ്പിക്കൽ ഡോമിനൻസ് നമ്മൾ ഇവിടെ ആൻസർ ആയിട്ട് വന്നു. റൂട്ട് ഇനിഷ്യേഷൻ, പ്ലാന്റ്സിൽ റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ കമ്പൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ നടുന്നുണ്ട് പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം റൂട്ട് ഇല്ലാത്ത ഒരു പ്ലാന്റിൽ കമ്പ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓക്സിൻ ഹോർമോൺ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഫോട്ടോട്രോപ്പിസം ആൻഡ് ജിയോട്രോപ്പിസം. ഈ ഫോട്ടോട്രോപ്പിസം എന്താണ്, ജിയോട്രോപ്പിസം എന്താണ്? പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ നമ്മളൊരു ചെടി കൊണ്ട് നട്ട് കഴിഞ്ഞാൽ വെയിലില്ലാത്ത ഒരു ഏരിയയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊണ്ട് നടുന്നതെങ്കിൽ അതിന്റെ സൈഡിൽ കുറച്ച് വെയിൽ വരുന്ന ഏരിയ ഉണ്ടെങ്കിൽ പ്ലാന്റ് എങ്ങോട്ട് പോകും? പ്ലാന്റിന്റെ ടിപ്പ് നേരെ ഈ സൂര്യൻ വരുന്ന അല്ലെ ലൈറ്റ് വരുന്ന ആ ഒരു ഏരിയയിലേക്ക് പ്ലാന്റ് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നത് കാണാം. ഈ ഒരു പ്രക്രിയയാണ് ഫോട്ടോട്രോപ്പിസം. പ്ലാന്റ്സ് ടിപ്പ് ഓൾവേസ് അവർക്ക് ലൈറ്റ് ഉള്ള ഭാഗത്തോട്ട് ഇങ്ങനെ പോകാനാണ് അവർക്ക് ഇഷ്ടം. ജിയോട്രോപ്പിസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന്റെ റൂട്ട്സിന് എപ്പോഴും ഉള്ളിലേക്ക് പോകാനാണ് ഇഷ്ടം. കാരണം മാക്സിമം വെള്ളം വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണോ അവിടെയായിരിക്കും പ്ലാന്റിന്റെ റൂട്ട് പോകുന്നത്. കാരണം എന്താണ്, പ്ലാന്റ്സിന്റെ റൂട്ടിന് വെള്ളം വേണം, വെള്ളം അബ്സോർബ് ചെയ്ത് എടുക്കണം അല്ലെ. അപ്പം ഇത് ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയോടുള്ള ഒരു ഇഷ്ടം അല്ലെ, ഭൂമിയുടെ വെള്ളത്തിനോടുള്ള ഒരു താല്പര്യം. ആൻഡ് ഫോട്ടോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനോടുള്ള ഇഷ്ടം, കാരണം പ്ലാന്റ്സിന്റെ ഒരു അങ്ങോട്ടുള്ള ഒരു ചരിവ്. അപ്പൊ ഇത് രണ്ടുമാണ് ഫോട്ടോട്രോപ്പിസം ജിയോട്രോപ്പിസം. അപ്പൊ പ്ലാന്റ്സിന്റെ ഇങ്ങനെ ഉള്ള ഒരു മൂവ്മെന്റ് റെസ്പോൺസ് ടു ലൈറ്റ് ആൻഡ് വാട്ടർ അത് കൺട്രോൾ ചെയ്യുന്നത് ഓക്സിൻ ഹോർമോൺ ആണ്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇനി ഗിബറിൽ എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഹോർമോൺ ആണ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെം ഇലോങ്ങേഷൻ, ഇവിടെ സെൽ ഇലോങ്ങേഷൻ സ്റ്റെമ്മും ഉണ്ട്, സ്റ്റെം ഇലോങ്ങേഷനും ഉണ്ട്. ഇത് രണ്ടും നിങ്ങളെ കൺഫ്യൂസ് ചെയ്ത് പോകരുത്. കാര്യം ഓക്സിൻ പറയുന്നത് എന്താണ്, സ്റ്റെമ്മിന്റെ സെല്ല് ഇലോങ്ങേറ്റ് ചെയ്യുന്നു, അതേ ഫംഗ്ഷൻ തന്നെ നമ്മുടെ ഗിബറിലിനും വരുന്നുണ്ട്, സ്റ്റെം ഇലോങ്ങേഷൻ. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സീഡ് ജെർമിനേഷൻ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഗിബറിലിന്റെ. എൻസൈം ആക്ടിവേഷൻ വഴി സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഗിബറിലിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ ബോൾട്ടിങ് ആൻഡ് ഫ്ലവറിങ്, അതായത് ഫ്ലവർ ഒരു പൂ ഉണ്ടാവണമെങ്കിൽ ആ ഒരു പൂവിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസിനെ പറയുന്ന ആക്സിസ് ഉണ്ടാവുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ബോൾട്ടിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലവറിങ്, ആ ആക്സിസ് ഉണ്ടായി, ബഡ് ഉണ്ടായി, ഫ്ലവർ ബഡ് ഉണ്ടായി, ഫ്ലവറിങ്, ഈ രണ്ട് കാര്യങ്ങളും ആരെ ആശ്രയിച്ചിരിക്കുന്നു? പ്ലാന്റ്സിലെ ഗിബറിലിൻ ഹോർമോണിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പ്ലാന്റ്സിന്റെ ഫ്രൂട്ട് ഗ്രോത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് ഗിബറിലിൻ എന്നുള്ള ഹോർമോണാണ്. ഓക്കെ, അപ്പൊ സ്റ്റെം ഇലോങ്ങേഷൻ, സീഡ് ജെർമിനേഷൻ, ബോൾട്ടിംഗ് ആൻഡ് ഫ്ലവറിംഗ്, ഫ്രൂട്ട് ഗ്രോത്ത്, ഇത് നാലും ഗിബറിലിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് പ്ലാന്റ് ഹോർമോൺ സൈറ്റോകൈനിൻ ആണ്. സൈറ്റോകൈനിന്റെ 4 ഫംഗ്ഷൻസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് സെൽ ഡിവിഷൻ, സെക്കൻഡ് വൺ ഈസ് ലാറ്ററൽ ബഡ് ഗ്രോത്ത്,
തേർഡ് വൺ ഡിലേസ് ലീഫ് സെനസൻസ് ആൻഡ് ഫോർത്ത് വൺ ബ്രേക്സ് അപ്പീക്കൽ ഡോമിനൻസ്. ഇതിൽ 3 നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. സെൽ ഡിവിഷൻ നമുക്ക് ബയോടെക്നോളജിയിൽ നമുക്കറിയാം. ടിഷ്യൂ കൾച്ചറിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നതാണ് സെൽ ഡിവിഷൻ സൈറ്റോകൈനിൻ. അതേപോലെ തന്നെ സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിന്റെ സ്റ്റഡി നമ്മൾ സൈറ്റോളജി എന്ന് പഠിച്ചു. അപ്പൊ അവിടെ തന്നെ സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ. അത് രണ്ടും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് സെൽ ഡിവിഷൻ എന്ന് കിട്ടും. ലാറ്ററൽ ബഡ് ഗ്രോത്ത് നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എപ്പിക്കൽ ഡോമിനൻസ് തടയാൻ വേണ്ടിയിട്ട് ലേറ്ററൽ ബഡ് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആരാണ്? സൈറ്റോകൈനിനാണ്. ഇനി ലീഫ് സെനസെൻസ്. ലീഫ് പഴുക്ക് അല്ലെ മഞ്ഞ കളർ ആയി പോകുന്നതിനാണ് ലീഫ് പ്രായമാകുമ്പോൾ സെനസെൻസ് അല്ലെ. അപ്പൊ മഞ്ഞ കളർ പച്ച നിറത്തിലുള്ള ഇല മഞ്ഞയാകുമ്പോൾ നമുക്ക് ലീഫ് സെനസെൻസ് ആയി എന്ന് പറയാം. അപ്പൊ ലീഫിനെ പച്ചയായിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന, പച്ച നിലനിർത്തുന്നത് ക്ലോറോഫിലാണ് കളറ്, പക്ഷെ ആ ഒരു ഏജിങ് തടയാൻ വേണ്ടിയിട്ട് ഡിലേ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടി സൈറ്റോകൈനിനുണ്ട്. കാരണം സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിനനുസരിച്ച് പ്ലാന്റ്സിനെ കൂടുതൽ യങ്ങായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് സൈറ്റോകൈനിൻ ചെയ്യുന്ന മറ്റൊരു ഫംഗ്ഷൻ. എപ്പിക്കൽ ഡോമിനൻസ് ബ്രേക്ക് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓക്സിന്റെ പോർഷനിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ് ഹോർമോൺ ആണ് എഥിലിൻ. ഫ്രൂട്ട് റൈപ്പനിങ് എഗെയിൻ ഞാൻ പറഞ്ഞ അതേ സെയിം സാധനമാണ്. ഫ്രൂട്ട് റൈപ്പനിങ് എത്തലിൻ, അതൊരിക്കലും മറക്കരുത്. ഇനി ഇത് കൂടാതെ ലീഫ് ആൻഡ് ഫ്ലവർ അബ്സിഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ പറയും എന്താണ് ഈ അബ്സിഷൻ എന്നുള്ളത്. അതായത് ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അബ്സിഷൻ. ലീഫിന്റെയും ഫ്ലവറിന്റെയും ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന പരിപാടി ആരാ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തലിനാണ്. ഫ്രൂട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ട് ലീഫിനെയും ഫ്ലവറിനെയും ഒരു അബ്സിഷൻ സ്റ്റേജിലേക്ക് വിടുന്നു. ആ ഒരു രീതിയിൽ നിങ്ങളിത് പഠിച്ചു വെക്കാം. സെനസെൻസ് പ്ലാന്റ്സിന് പ്രായം ഉണ്ടാക്കാൻ, ഏജിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണും എത്തലിനാണ്. അതേപോലെ ട്രിപ്പിൾഡ് റെസ്പോൺസ് ഇൻ സീഡ്ലിങ്സ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എത്തലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ട്രിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൾ റെസ്പോൺസ് പ്രത്യേക ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമുക്ക് പഠിക്കുന്നതാണ്. നമ്മൾ കൺസെപ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എത്തലിൻ, ട്രിപ്പിൾ റെസ്പോൺസ്, ഇത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബ്സിസിക് ആസിഡ് ആണ്, ഹോർമോൺ. അപ്പം ABA എന്നാണ് ഈ അബ്സിസിക് ആസിഡിനെ നമ്മൾ ഷോർട്ടിൽ വിളിക്കുന്നത്. ഈ അബ്സിസിക് ആസിഡ് ശരിക്കും പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഈ അബ്സിസിക് ആസിഡ് പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതേപോലെ തന്നെ സീഡ് ഡോർമൻസി, സീഡിനെ കുറച്ച് നാള് ഇപ്പം ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീഡ് സ്റ്റോർ ചെയ്തൊക്കെ വെക്കും. നമ്മൾ സീഡ്സ് എടുത്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ കുറെ നാൾ വെച്ചിട്ടായിരിക്കും ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡോർമെന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സീഡ് ഡോർമെൻസി. അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അബ്സിസിക് ആസിഡ് ആണ്. അപ്പോൾ ഗ്രോത്ത് ഇൻഹിബിറ്റ് ആയിരിക്കും കുറച്ചു നേരം. അതേപോലെ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അബ്സിസിക് ആസിഡ് സഹായിക്കും. വാട്ടർ ലോസ് സംഭവിക്കാതെ ഉള്ള വാട്ടർ അതേപോലെ തന്നെ നിലനിർത്താനൊക്കെ സഹായിക്കുന്നത് അബ്സിസിക് ആസിഡ് ആണ്. ഇനി എന്തെങ്കിലും ഡ്രോട്ടോ സ്ട്രെസ്സോ വാട്ടർ സ്ട്രെസ്സോ ഒക്കെ വരുന്ന സമയത്തും പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. പ്ലാന്റ് ഹോർമോൺസിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇനി നമ്മുടെ 10th ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ബയോടെക്നോളജി പോർഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ബയോടെക്നോളജി പോർഷൻ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ടെക്നിക് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വൈറസ് ഫ്രീ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ വൈറസ് ഫ്രീ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ വൈറസ് ഫ്രീ ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ പ്ലാന്റ്സ് നമ്മൾ ഡിസീസ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ആ പ്ലാന്റ്സിന് നല്ല ഗ്രോത്തും ഈൽഡും ഉണ്ടാവും. ഇപ്പോൾ വൈറസ് ഒരിക്കൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സിന്റെ ഫുൾ ആ ഈൽഡിനെ അഫക്ട് ചെയ്യും. നമുക്ക് ഫംഗസ്, ബാക്ടീരിയ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ വൈറസ് ഒരു പ്ലാന്റ്സിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ ലൈഫ് ലോങ് ആ ഒരു വൈറസിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന്റെ സീഡ്ലിങ്സിനും വൈറസ് ആവും. അങ്ങനെയാണ് ഈ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റ്സ് നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വൈറസ് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൊത്തത്തിൽ നമ്മൾ ഡിസീസ് ഫ്രീ ചെയ്യുമെങ്കിലും വൈറസ് ഫ്രീ ആണ് നമ്മൾ ഏറ്റവും നോക്കേണ്ട കാര്യം. വൈറസ് ബാധിച്ചാൽ പിന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും അതിനെ റിമൂവ് ചെയ്യാൻ, ആ ഒരു വൈറസിനെ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. പിന്നെ വേറൊരു പ്ലാന്റ് നമുക്ക് പുതിയത് നടാനേ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ A കാലസ് കൾച്ചർ, ഓപ്ഷൻ B ആന്തർ കൾച്ചർ,
ഓപ്ഷൻ സി മെരിസ്റ്റം കൾച്ചർ ആൻഡ് ഓപ്ഷൻ ഡി പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. ഇവിടെ ആൻസർ വന്നിട്ട് മെരിസ്റ്റം കൾച്ചർ ആണ്. ടെക്നിക് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വൈറസ് ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയുന്നത് മെരിസ്റ്റം കൾച്ചർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ടിഷ്യൂ കൾച്ചറിന്റെ ഒരു പാർട്ട് തന്നെയാണ് കേട്ടോ, അതിന്റെ ഒരു പോർഷൻ തന്നെയാണ് ശരിക്കും ഈ മെരിസ്റ്റം കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് ഫ്രീ പ്ലാന്റ്സിൽ നമ്മൾ ചെയ്യുന്നത് മെരിസ്റ്റം ആണ് ഇവിടെ ടിഷ്യൂ കൾച്ചർ വഴി നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസ് വളരെ വേഗം റാപ്പിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള സെല്ലുകളാണ്. വൈറസസിന് ഈ മെരിസ്റ്റമാറ്റിക് സെൽസിൽ പ്രവേശിക്കാൻ കഴിയില്ല. കാര്യം മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ ഒരു ചെറിയ ചെറിയ സെല്ലിന്റെ പോർഷൻ ഈ വൈറസിന് അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ അലൈൻമെന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൈറസിന് മെരിസ്റ്റമാറ്റിക് സെല്ലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ വൈറസ് ഫ്രീ പ്ലാന്റ്സ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് മെരിസ്റ്റം കൾച്ചറിലാണ്. ഇത് എപ്പോഴും PSC ചോദിക്കുന്ന മോസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെരിസ്റ്റം കൾച്ചറിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മളൊരു ഷൂട്ട് ടിപ്പിൽ നിന്ന് മെരിസ്റ്റമാറ്റിക് പോർഷൻ അപ്പിക്കൽ മെരിസ്റ്റം നമ്മൾ എടുത്തു. അതിനുശേഷം അത് നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർഫസ് സ്റ്റെറിലൈസർ ഉപയോഗിച്ചിട്ട് സർഫസ് സ്റ്റെറിലൈസേഷൻ ചെയ്തു. ഷൂട്ട് ടിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ സോഡിയം ഹൈപ്പോക്ലോറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സർഫേസ് സ്റ്റെറിലൈസേഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്ത് അത് വാഷ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു സ്കാൽപ്പൽ ഉപയോഗിച്ചിട്ട് അപ്പിക്കൽ ടിപ്പ് എടുത്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത ആ ഒരു കൾച്ചറിനെ ഏകദേശം 16 മണിക്കൂർ 25 ഡിഗ്രി സെൽഷ്യസിൽ അണ്ടർ ഫ്ലൂറസെന്റ് ലൈറ്റ് നമ്മൾ വെച്ചു. ഓക്കെ, ഈ ഒരു മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് MS മീഡിയം ആണ്, ദാറ്റ് ഈസ് മുരാഷിക് ആൻഡ് സ്കൂഗ്സ് മീഡിയം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം അതിന്റെ റൂട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചു. അതിനുശേഷം അതിന്റെ കണ്ടീഷൻസ് ഒക്കെ റെഡി ആയതിനു ശേഷം ഇതിനെ പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ പരിപാടിയാണ് ശരിക്കും മെരിസ്റ്റം കൾച്ചർ. അപ്പോൾ ഇത് നമ്മൾ ടിഷ്യൂ കൾച്ചർ നമുക്ക് ബോട്ടണിയിൽ പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ അവിടെ ഇത് കൃത്യമായിട്ട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ഏരിയാസിൽ നിന്നാണ് ഈ 10 ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു ബോട്ടണി പോർഷൻസ് ഒരു കട്ടിയായിരുന്നു നമുക്ക് പറയേണ്ട കാര്യമേ ഇല്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് 10ൽ 10 മേടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി, കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു പോർഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.